ശ്രീമദ് ഭാഗവതം ക്ലാസ് 150. നമ്മളിന്ന് 7ാമത്തെ സ്കന്ധമായിട്ട് 12ാമത്തെ അധ്യായം, അത് ബ്രഹ്മചര്യവും വാനപ്രസ്ഥവുമാണ്. ഒരു മനുഷ്യന് ജീവിതത്തെ 4ആയി തിരിച്ചിട്ടുണ്ട്: ബ്രഹ്മചര്യം, ഗൃഹസ്ഥാശ്രമം, വാനപ്രസ്ഥം, സന്യാസം. പക്ഷേ ഇതെല്ലാം മനുഷ്യൻ 100% ഇതേമാതിരി പോകണമെന്ന് ചോദിച്ചാൽ എല്ലാവർക്കൊന്നും 100% പോകാൻ പറ്റില്ല. കാരണം ബ്രഹ്മചര്യം എന്ന് പറയുന്നത് അത് വിദ്യ അഭ്യസിപ്പിക്കുന്ന ആ കാലഘട്ടമാണ്. അത് ശൂദ്രന്മാർക്ക് പാടില്ല എന്ന്. ശൂദ്രൻ എന്ന് പറഞ്ഞാൽ ആരാണെന്ന് മനസ്സിലാക്കണം. വിദ്യ പഠിക്കുന്നതിന് താല്പര്യമൊന്നുമില്ല, അങ്ങനെ വലിയ ജ്ഞാനമൊന്നും പഠിക്കുന്നതിന് താല്പര്യമില്ല. അവർക്ക് സേവനത്തിലാണ് താല്പര്യം. അങ്ങനെയുള്ള ജനവിഭാഗം ഇവിടെ ഉണ്ട്. നമ്മൾക്ക് തന്നെ ചിലപ്പോൾ നമ്മളെല്ലാ കാര്യവും സാധിച്ചു തരാൻ പറ്റുന്ന ഓരോ വ്യക്തി നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഉണ്ടാകും. അവരെ നമ്മൾ മരിക്കുന്നവരെ ഓർക്കും. കാരണം എന്താണ്? നിസ്വാർത്ഥ സേവനമാണ്, ആ ഒരു സ്നേഹബന്ധമാണ്. സേവനം എന്ന് പറയുമ്പോൾ ഒരൊറ്റ നമ്മുടെ ഒരു ഭാഗമായി കൊണ്ട് നിൽക്കുന്ന സേവനമാണ്. അങ്ങനെയുള്ള മനുഷ്യരുണ്ട്. അവർക്ക് സ്വാർത്ഥതകളൊന്നും ഉണ്ടാവില്ല. നമ്മളിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് നമ്മുടെ ഒരു ഭാഗമായിട്ട്, ഇപ്പം ഭാര്യയും ഭർത്താവും തമ്മിൽ അത്രയൊന്നുമില്ല, അപൂർവം ഉണ്ടാവുള്ളൂ. ഭൂരിപക്ഷത്തിലും അങ്ങനൊന്നും അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം അത് ദ്വയമാണ്, നേരെ വിപരീത സ്വഭാവങ്ങളാണ്. ഭാര്യയുടെ സ്വഭാവമല്ല ഭർത്താവ്, ഇലക്ട്രോണിന്റെ സ്വഭാവമല്ല പ്രോട്ടോൺ. അപ്പോൾ നേരെ വിപരീതമാണ്. അപ്പോൾ ആ നിലയിലൊന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഒരേ മനസ്ഥിതിയായിട്ട് സഹകരിച്ച് എന്തോ ഒരു അടുപ്പം അവർ തമ്മിലുണ്ടാകുന്നു, അത് നിലനിർത്തി പോകുന്നു. അങ്ങനെയുള്ള സേവനം ചെയ്യുന്ന വ്യക്തികൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. പലവർക്കും അത് അനുഭവത്തിലുണ്ടാകും. പക്ഷെ അവർക്ക് പഠിക്കുന്നതിലൊന്നും താല്പര്യമൊന്നും ഉണ്ടാവില്ല. അപ്പം അങ്ങനെ ഒരു വിഭാഗത്തെയാണ് ശൂദ്രൻ എന്ന് പറയുന്നത്. അതൊരു വലിയ ഗുണമാണ്. അതൊന്നും ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതൊന്നുമല്ല. പക്ഷെ അവർ സെൽഫ് സാറ്റിസ്ഫൈഡ് ആയ വ്യക്തികളാണ്. അപ്പം അങ്ങനെയുള്ളവർക്ക് പഠിക്കാൻ വേണ്ടി പറഞ്ഞിട്ടില്ല ഇവിടെ. അങ്ങനെയുള്ളവർ പഠിക്കാൻ താല്പര്യമില്ലാതെ കുറേ പേരുണ്ട്. കുട്ടികളിൽ പഠിക്കാൻ തീരെ താല്പര്യമില്ലാതെ. കാരണം അവരുടെ ആക്ടിവിറ്റി വേറെ, ആ പഠിപ്പുമായിട്ട് ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് അങ്ങനെയുള്ളതല്ല. അല്ലാതെ സേവനങ്ങൾ എത്രയോ നാട്ടിലുണ്ട്. ഒരു പഠിപ്പും ആവശ്യമില്ല. സാധാരണ നമ്മൾ നേരിട്ട് കാണുമ്പോഴുള്ള അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ സേവനം ചെയ്യുന്നത്. അപ്പം അവരെ ഒന്നും പിടിച്ചിട്ട് നിർബന്ധിച്ചിട്ട് പഠിപ്പിച്ചിട്ടും കാര്യമില്ല. അതുകൊണ്ട് ഈ ബ്രഹ്മചര്യം എല്ലാവരും സ്വീകരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദം പോലും അത് അംഗീകരിക്കുന്നില്ല. പഠിക്കാൻ ബാക്കിയുള്ള ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ഒന്ന് ബുദ്ധി അംഗാണ്, മറ്റേത് ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടാണ്. പിന്നെ കർമ്മങ്ങൾ ഭൂരിപക്ഷം കർമ്മം ചെയ്യുന്നത് വൈശ്യരാണ്. അപ്പോൾ ഇവരെല്ലാം വിദ്യ അഭ്യസിക്കാൻ യോഗ്യരാണ്. ഇവരാണ് വിദ്യ അഭ്യസിക്കേണ്ടത്. ഈ 3 പേരെ എടുത്ത് വേദം പറയുന്നു. മറ്റവർ താല്പര്യമില്ലാതെ കൊണ്ടാണ്, അല്ലാതെ അവരോട് പഠിപ്പിക്കേണ്ടതൊന്നും അതുകൊണ്ട് അവർ പഠിച്ചുകൂടാ എന്നുള്ള ഒരു ഇതുമില്ല. കാരണം വേദം തന്നെ പറയുന്നത് ബ്രാഹ്മണരും ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനും അതിന് താഴെ ആരെങ്കിലും സമൂഹത്തിലുണ്ടെങ്കിൽ അവർ വേദം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യട്ടെ എന്നാണ് വേദം പറയുന്നത്. പഠിക്കുകയും പഠിപ്പിക്കുകയും. സ്ത്രീകളുടെ കാര്യം പ്രത്യേക പറഞ്ഞിരിക്കുന്നു. അവർ വിദ്വാൻമാരിൽ നിന്നും വിദ്യ നേടി സമൂഹത്തിൽ ഉന്നത നിലയിലെത്തുമ്പോൾ സമൂഹം അവരെ ആദരിക്കട്ടെ. വിദ്യ എല്ലാവരും നേടണം. പക്ഷേ പഠിക്കാൻ താല്പര്യമില്ലാത്ത ഒരു വിഭാഗമുണ്ട്. അവരെ പിടിച്ച് നിർബന്ധിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ഇവരെ 3 പേരെ പഠിക്കുകയുള്ളൂ എന്ന് പറഞ്ഞത്.
അതുകൊണ്ട് ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ വിദ്യ അഭ്യസിക്കലാണ്. അത് എല്ലാവർക്കും അവരവരുടെ കഴിവിനനുസരിച്ച് പഠിക്കാൻ പറ്റും. അതിൽ നിന്ന് തന്നെ ഒരു വ്യക്തമാകുന്ന കാര്യം എന്താണ്? ബ്രഹ്മചര്യം, ഗൃഹസ്ഥാശ്രമം, വാനപ്രസ്ഥം, സന്യാസം എന്നത് പൊതുവായ 4 അവസ്ഥകൾ പറഞ്ഞെങ്കിലും ഇതെല്ലാം അതേപോലെ എല്ലാവരും ഫോളോ ചെയ്യാനൊന്നും പറ്റില്ല. പഠിക്കുന്നതിൽ തന്നെ ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തെ മനസ്സിലാക്കാം. ബ്രഹ്മം എന്താണ്? പ്രപഞ്ചഭേദിയിൽ നിന്നുണ്ടായോ അതാണ് ബ്രഹ്മം. ആ കാര്യത്തിലേക്കാണ് നമ്മളെ ശ്രദ്ധ പോകേണ്ടത്. പ്രപഞ്ചഭേദിയിൽ നിന്ന് ശാസ്ത്രലോകം അങ്ങനെ തന്നെയാണ് പോയത്. എങ്ങനെ പോയി? ഇവിടെ കുറേ വസ്തുക്കളെല്ലാം കണ്ട് ഇതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് പൊളിച്ചു നോക്കി. അപ്പം കിട്ടിയകൾ തന്മാത്രകളാണ്. തന്മാത്രകൾ പൊളിച്ചു നോക്കി, ആറ്റങ്ങളെ കിട്ടി. ആറ്റങ്ങളെ പൊളിച്ചു നോക്കി, കണങ്ങളെ കിട്ടി. കണങ്ങളെ പൊളിച്ചു നോക്കി, ഊർജം കിട്ടി. ഊർജത്തെ പൊളിച്ച് നോക്കാൻ പോയപ്പോൾ അവർ അന്തം പെട്ടുപോയി. അതുവരെ പഠിച്ച സയൻസ് അല്ല പിന്നെയുള്ളത് സയൻസ്. എല്ലാം തല തിരിഞ്ഞു. അപ്പം ഇതുവരെ നമ്മൾ എന്തെല്ലാം ശാസ്ത്രജ്ഞൻ അതിൻ്റെ അപ്പുറം എത്തുമ്പോൾ നിർത്താൻ കാരണം എന്താ? അതിൻ്റെ അപ്പുറം എത്തുമ്പോൾ ഇതുവരെ അവർ എന്തെല്ലാം ലോകത്തെ പഠിപ്പിച്ചോ, അതിൻ്റെ പേരിൽ നോബൽ സമ്മാനമെല്ലാം നേടിയോ, ആ തത്വം ശുദ്ധ മണ്ടത്തരമാണെന്ന് അവർക്ക് തോന്നി. അതിൻ്റെ അപ്പുറം എത്തുമ്പോൾ അപ്പുറത്തെ സയൻസിൽ ഇതൊന്നും ബാധകമല്ല. എന്തുകൊണ്ട്? അവർ കണ്ടെത്തിയ സയൻസ് മോഡേൺ സയൻസ്, അതിന് വേദത്തിൽ അപര സയൻസ് എന്ന് പറയും. ആ സയൻസിൽ എന്തിൽ നിന്നും കുറച്ചെടുത്താൽ അതവിടെ കുറയും. എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയ്. എനർജി അല്ല, എനർജി തന്നെയാണ് ദ്രവ്യമായിരിക്കുന്നത്. എന്തും ഉദാഹരണത്തിന് ഒരു 10 കിലോ അരി ഉണ്ടെങ്കിൽ അതിൽ 2 കിലോ എടുത്തു കഴിഞ്ഞാൽ 2 കിലോ ചോറ് വെക്കാൻ എടുത്താൽ പിന്നെ 8 കിലോ ഉണ്ടാവും. അതാണ് തത്വം, ഈ സയൻസിൻ്റെ തത്വം. പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ ഈ തത്വങ്ങൾ മുഴുവൻ പൊളിയുകയാണ്. അവർ കണ്ടു, അവർക്ക് അതും മനസ്സിലായി. അവിടെ 10 കിലോ ബ്രഹ്മമുണ്ടെങ്കിൽ അവിടെയുള്ള സാധനം, അതായത് എനർജീൻ്റെ അപ്പുറമുള്ള സാധനം 10 കിലോ, അതിനാണ് ബ്രഹ്മം എന്ന് വേദം പറയുന്നത്. ആ 10 കിലോ ബ്രഹ്മമുണ്ടെങ്കിൽ അതിന് 2 കിലോ ബ്രഹ്മം എടുത്തിട്ട് ഈ പ്രപഞ്ചം ഉണ്ടാക്കിയാലും 10 കിലോ ബ്രഹ്മത്തിൽ നിന്ന്, അല്ലെങ്കിൽ 1000 കിലോ ബ്രഹ്മത്തിൽ നിന്ന് 2 കിലോ എടുത്തിട്ട് ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടാക്കിയാലും 1000 കിലോ ബ്രഹ്മം അതേമാതിരി 1000 ആയിട്ട് കിട്ടും, കുറയില്ല. എത്ര എടുത്താലും കുറയില്ല. അപ്പോൾ സയൻസിൻ്റെ അടിസ്ഥാന തത്വം തന്നെ മാറിപ്പോയത് കൊണ്ട് അവരവിടെ വെച്ചിട്ട് മതിയാക്കിയിട്ട് സ്ഥലം വിട്ടു. അല്ലെങ്കിൽ ഈ തത്വം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സയൻസ് തത്വം മുഴുവൻ പൊളിയും. കാരണം ഒരു സയൻസിന് തന്നെ 2 പറയാൻ പറ്റില്ല, നിർമ്മിക്കാനോ നശിപ്പിക്കാനോ പറ്റൂല എന്ന് പറയുന്നു. പക്ഷേ മറ്റേടത്ത് പറയുന്നത് എത്ര എടുത്താലും പിന്നെ അതാണ് ശേഷിക്കുന്നു പറഞ്ഞാൽ നേരെ വിപരീതമല്ലേ. അത് അവർ മതിയാക്കാനുള്ള കാരണം എന്താണ്? അവർ പഠിച്ച കണ്ടെത്തിയ സത്യങ്ങൾക്ക് നേരെ വിപരീതമാണ് അതിൻ്റെ അപ്പുറത്തുള്ള സയൻസ്. അതുകൊണ്ടാണ് വേദ അതിനെന്ത് പറയുന്നത്? പരാ സയൻസ്. 2 സയൻസ് ഉണ്ട്, പരയും അപരയും. അപ്പോൾ ഇവിടുത്തെ നിയമങ്ങൾ അവിടെ ബാധകമല്ല, അവിടുത്തെ നിയമം ഇവിടെ ബാധകമല്ല. ഇത്ര മാത്രമേ ശാസ്ത്രലോകം മനസ്സിലാക്കണ്ടായിരുന്നുള്ളൂ. അവർക്ക് ആ ബുദ്ധി പോയില്ല, അവർ കളഞ്ഞെടുത്തിട്ട് മതിയാക്കി. ഏതുപോലെ എന്നാൽ ഇന്ത്യയിലെ നല്ലൊരു അഡ്വക്കേറ്റ്, ഭയങ്കര സമർത്ഥനാണ്, വാദിക്കും. ഇന്ത്യയിലെ ഏത് കോടതിയിലും കയറിയിട്ട് വാദിക്കുന്ന ഒരു അഡ്വക്കേറ്റ് സൗദി അറേബ്യയിൽ പോയിട്ട് വായിക്കാൻ നിന്ന് കഴിഞ്ഞില്ല. അയാൾ ആകെ അന്തംപൊടി. ഈ പറയുന്ന നിയമം ഞാൻ ഇതുവരെ വാദിച്ച നിയമമൊന്നുമല്ല അവിടെ വരുന്നത്, അവിടെ വേറെ എന്തെല്ലോ നിയമങ്ങൾ. ഉടനെ അയാൾ എന്ത് ചെയ്യും? കോട്ടം കഴിച്ചു വെച്ചിട്ട് സന്യസിക്കാൻ പോകും. അതുപോലെയാണ് ശാസ്ത്രലോകം. എന്ത് മനസ്സിലാക്കുന്നില്ല? ഇവിടുത്തെ നിയമമല്ല അവിടുത്തെ നിയമം, അവിടുത്തെ വേറെ നിയമം. അങ്ങനെ ധരിച്ചാൽ മാത്രം മതിയായിരുന്നു. പക്ഷേ വേദം എന്ത് പറയുന്നു? പരാസയൻസ് അപരാസയൻസ്. നമ്മൾ ബ്രഹ്മചര്യം എന്ന് പറയുമ്പോൾ ആ ബ്രഹ്മം വരെയുള്ള സയൻസ് പഠിപ്പിക്കുന്ന ആ കാലഘട്ടത്തിൽ ചെറുതിൽ പഠിക്കേണ്ട കാലഘട്ടം, അതാണ് ബ്രഹ്മചര്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ എല്ലാവർക്കും അതുമാതിരി എത്താൻ പറ്റൂല. ശാസ്ത്രജ്ഞന്മാർ ഗവേഷണം നടത്തിയെടുത്ത് നമുക്ക് ഏറി പോകാൻ പറ്റും.
അത്രയും നിലയിൽ നമുക്ക് പഠിക്കാൻ പറ്റില്ല. ഓരോ ആൾക്കും കഴിവുണ്ട്. അപ്പം ബ്രഹ്മചര്യം തന്നെ എല്ലാവരും ബ്രഹ്മത്തെ മനസ്സിലാക്കാൻ പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. അവനവൻ്റെ കഴിയുന്നത് പഠിച്ചിട്ട് പോയിക്കൊള്ളുക. അതുമാതിരി ഇത് തന്നെ എല്ലായിടത്തും ബാധകമാണ്. ഗൃഹസ്ഥാശ്രമം, അതുകൊണ്ട് എല്ലാവരും ഗൃഹസ്ഥാശ്രമത്തിന് പോകുന്നുണ്ടോ? ഇല്ല. സന്യാസികളോട് പറഞ്ഞ എന്താണ്? കല്യാണമൊന്നും കഴിക്കാതെ നേരെ പോകാനാണ്. അപ്പോൾ അവർക്ക് ഗൃഹസ്ഥാശ്രമമുണ്ടോ? ഒന്നുമില്ല. അതുകൊണ്ട് ഇതൊന്നും എല്ലാവർക്കും വിധിച്ചൊന്നുമല്ല. ഇങ്ങനെ 4 വഴികളുണ്ട്. വേണ്ടിക്ക് നിങ്ങൾക്ക് ഈ 4 പോകാം. അത് ഏതളവ് വരെ പോകണമെന്നല്ല അവരവർ തീരുമാനിച്ചാൽ മതി. പക്ഷെ ജനറലായിട്ടൊരു തത്വമാണത്. ചെറുത് പഠിക്കുന്ന കാലഘട്ടമാണ്. പിന്നെ അത് ജോലിയെല്ലാം ചെയ്ത് കുടുംബം പോറ്റാൻ പൊതുവേ ഉള്ളൊരു കാലഘട്ടമാണ് ഭൂരിപക്ഷം ജനങ്ങൾക്ക്. വാനപ്രസ്ഥം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? മക്കൾ വലുതാകുമ്പോൾ അവരെ ഏൽപ്പിച്ചിട്ട് നമ്മൾ മാറണം. കാരണം അവർ പുതിയ തലമുറയെ, ഇപ്പം നമ്മളെ കാലഘട്ടത്തിൽ പഠിച്ച സയൻസ് അല്ല അവിടെയുള്ളത്, അവർ ആ സാമൂഹ്യ ക്രമമല്ല അവിടെയുള്ളത്. പുതിയ ലോകമായി പോയി. രാമൻ്റെ കാലഘട്ടത്തിൽ ജീവിക്കുന്നവർ കൂട്ടുകുടുംബമായിട്ട് ജീവിക്കണമെന്ന് ഇന്നത്തെ കാലത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്നവൻ്റെ വീട്ടിൽ തന്നെ അത് കാണില്ല. അവനും ഭാര്യയും കൂടി പ്രഭാഷണം നടത്തുന്നവൻ കല്യാണം കഴിച്ചവനാണ്. അവനും ഭാര്യയും മക്കളും കൂടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും? വീട്ടിൽ നിന്നെല്ലാം നമ്മൾ വേറെ മാറി താമസിക്കുകയാണെന്നും പറഞ്ഞിട്ട് വേറെ വീട്ടിൽ താമസിക്കുകയായിരിക്കും. അവർ തന്നെ ഒരു വീടെല്ലാം വെച്ച്. അല്ലാതെ അച്ഛനെയും അമ്മയും പോലും ചിലപ്പോൾ അടക്കൊണ്ട് താമസിപ്പിക്കില്ല ഈ പ്രഭാഷണം നടത്തുന്നവർ. നമ്മൾക്ക് മറ്റേ രാമൻ്റെ കാലഘട്ടത്തിലേക്ക് പോകണം, അതാണ് നമ്മളെ സംസ്കാരം എന്നെല്ലാം പറയുന്നവർ കാലം മാറി. കാലം അതിൽ നിന്നല്ല എത്രയോ അഡ്വാൻസ്ഡ് ആയിപ്പോയി. ലോകമേ തറവാടാണ്. ഇപ്പോൾ ഒരു വീടല്ല ആകാൻ പോകുന്നത്. ഇനി പോകാൻ പോകുന്നത് ലോകമേ തറവാടിലാണ്, വസുദേവ കുടുംബത്തിലാണ്. ലോകമാണ് അവൻ്റെ സാമ്രാജ്യം. എവിടെയും അവൻ പോയി താമസിക്കുന്ന എല്ലാവരും സഹോദരി സഹോദരന്മാരെ പോലെ പോകുന്ന ഒരു കുടുംബമായി പോകുന്ന സിസ്റ്റത്തിലേക്കാണ് കാലം കൊണ്ടുപോകാൻ പോകുന്നത്. അതുകൊണ്ട് നമ്മളെ മക്കൾ എത്തുമ്പോൾ കാലം എത്രയോ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് പുരോഗതിയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പുരോഗതി തന്നെയാണ്. ഗോത്ര കാലഘട്ടത്തിൽ നിന്ന് എത്രയോ വലുതാണ് കൊളോണിയലിസം. കൊളോണിയലിസത്തിൽ നിന്ന് എത്രയോ പുരോഗമിച്ചതാണ് നമ്മൾ ഇന്നത്തെ കാലഘട്ടം. ഇതിൽ നിന്നും എത്രയോ പുരോഗമിക്കുകയാണ്. അപ്പോൾ ഓരോ തലമുറ വരുമ്പോഴും അവർ പുതിയ പുതിയ ലോകത്തിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് നമ്മളിവിടെ കിടന്നിട്ട് ആത്മീയ പ്രഭാഷണം നടത്തുമ്പോൾ നമ്മളെല്ലാം കാലത്ത് നമ്മൾ എത്ര പാടുപെട്ട് നടന്നിട്ട് എൻ്റെ മക്കൾ ഇങ്ങനെയെല്ലാം പറയുന്നത് മതിയാക്കുക. അവർ കാലത്തിൻ്റെ വേദം പറയുന്ന ലോകം പുരോഗമിക്കുന്ന ലോകത്തെ ആ ശക്തി വിശേഷം മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നതിനെ അംഗീകരിക്കാൻ കൂട്ടാക്കാത്തവരാണ്. അവർ കാലത്തെ പിന്നോട്ടേക്ക് അടുപ്പിക്കുന്ന ആസുര സ്വഭാവമുള്ള താമസ ഗുണക്കാരാണ്. നമ്മുടെ കാലഘട്ടം എല്ലാ മക്കളുടെ കാലഘട്ടം വരുമ്പോൾ അപ്പോൾ അതിൽ മാറ്റങ്ങൾ വരും. അതുകൊണ്ട് കാലം മുന്നോട്ടേക്ക് പോവുകയാണ് ഓരോ കാലഘട്ടത്തിലും. പക്ഷേ എല്ലാം ഈ 4 ചര്യകളും എല്ലാവരും സ്വീകരിക്കണമെന്നില്ല. പക്ഷേ പൊതുവേ എന്തുണ്ട്, ഈ അവസ്ഥകൾ മക്കൾ വലുതാകുമ്പോൾ അവർക്ക് വിട്ടുകൊടുക്കുക. അവർ പുതിയ ലോകത്തിലേക്ക് അവർ എത്രയോ അഡ്വാൻസ് എത്തിപ്പോയി. നമ്മളെക്കാട്ടി അങ്ങോട്ട് കാലം എത്രയോ മാറിപ്പോയി. നമ്മളെ കുട്ടിക്കാലത്തുള്ള അവസ്ഥയല്ല, നമ്മൾ കുട്ടിക്കാലത്ത് എങ്ങനെയാണ് കഷ്ടപ്പെട്ടതെന്ന് പറയുന്ന അവസ്ഥയല്ല ഇന്നുള്ളത്. ഇന്ന് അതിൽ നിന്ന് എത്രയോ വലിയ അവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നത്, ഇന്നത്തെ മക്കൾ ജീവിക്കുന്നത്. ലോകം കാലം അവരെ അത്രയും നല്ല അവസ്ഥയിലേക്ക് കൊണ്ടുപോയപ്പോൾ അവരെ പിടിച്ചിട്ട് പഴയതിലേക്ക് നമ്മൾ പറയുന്നത് തന്നെ മണ്ടത്തരമാണ്. അപ്പോൾ മക്കളെ ഏൽപ്പിച്ചുകൊണ്ട് എന്ത് വേണം, നമ്മളതിൽ നിന്ന് വിട്ടു നിൽക്കുക. ഇനിയുള്ള കാലം നമ്മളെ കർമ്മങ്ങൾ ഏകദേശം കഴിഞ്ഞു. അത് കഴിഞ്ഞ് സന്യാസം എന്ന് പറഞ്ഞാൽ തിരിച്ചു പോകേണ്ട ഒരവസ്ഥ അത്രമാത്രമേ എടുക്കുള്ളൂ. പിന്നെ ബ്രഹ്മസാക്ഷാത്കാരം ലക്ഷ്യമിടുന്നവർ ഈ പറയുന്ന വഴികൾ ഫോളോ ചെയ്താൽ ചിലപ്പോൾ അവർക്ക് അവസാനം സന്യാസവും കഴിയുമ്പോൾ അതും അടുത്ത ജന്മത്തിൽ കർമ്മങ്ങൾ ഉണ്ടെങ്കിൽ നടക്കില്ല, നമ്മൾ വിചാരിച്ചാൽ നടക്കാം. അപ്പോൾ ശ്രമിച്ചു നോക്കാം ഇങ്ങനെ എന്ന അർത്ഥത്തിൽ
ബ്രഹ്മചര്യം, വാനപ്രസ്ഥം, സന്യാസം എല്ലാം ആ മാഗ്നിറ്റ്യൂഡിൽ വേണം എടുക്കാൻ. എന്നിട്ട് ഒന്നില് നാരദ മുനി പറയുന്നു, ബ്രഹ്മചര്യാശ്രമം സ്വീകരിച്ചവൻ ഗുരുഗൃഹത്തിൽ താമസിച്ചുകൊണ്ട് ജിതേന്ദ്രിയനായി താണനിലയിലിരുന്നു കൊണ്ട്, താണനിലയിൽ പഠിക്കുന്ന കാലത്ത് നമ്മൾ താണനിലയിൽ നിൽക്കണം. സുഖസമൃദ്ധിയിലൂടെ നിന്ന് കഴിഞ്ഞാൽ പഠിപ്പുണ്ടാവില്ല. അതുകൊണ്ട് കഴിയുന്നതും വീട്ടിൽ നിന്ന് ചെറുതിൽ മാറി തന്നെ ഗുരുകുലത്തിൽ വരണം. ഗുരുകുലം എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് സ്ഥാപനം സ്കൂളും ആകാം. അവരെ ഹോസ്റ്റലിൽ തന്നെ നിന്ന് പഠിക്കണം. അല്ലെങ്കിൽ വീട്ടിലെ അച്ഛനെയും അമ്മയും പറയുന്ന അനുസരിച്ച് ഈ ഒരു സമൂഹമായിട്ടുള്ള ബന്ധമില്ലാതെ മാറിപ്പോകും. അതാണ് ഗുരുകുലത്തിലാകുമ്പോൾ അവിടെ എല്ലാവരും ഒരു വേഷവിധാനമാണ്. ഇന്നത്തെ യൂണിഫോമിൻ്റെ തത്വം അത് തന്നെയാണ്. അത് പോരാ, വീട്ടിൽ നിന്ന് മാറ്റണം. വീട്ടിൽ നിന്ന് മാറ്റുമ്പോൾ എന്ത് പറ്റും? അവർ സമൂഹവുമായിട്ട് ബന്ധം സ്ഥാപിക്കും. അതാണ് ഗുരുകുലത്തിൽ താമസിക്കണം എന്ന് പറയുന്നത്. ചെറുതിൽ തന്നെ വീട്ടിൽ നിന്ന് അച്ഛനമ്മമാരിൽ നിന്ന് മാറ്റണം. കാരണം അവർ സമൂഹത്തിൻ്റെ ഒരു ഭാഗമാണ്, അല്ല ഒരു കുടുംബത്തിൻ്റെ ഭാഗമല്ല. വേദം പറയുന്നത് എല്ലാവരും സമൂഹത്തിൻ്റെ ഭാഗമാണ്, എല്ലാവരും ഒന്നാണ്. ആ ചിന്താഗതി ഉണ്ടാകുന്ന വീട്ടിൽ നിന്ന് മാറ്റുക തന്നെ വേണം. നമുക്ക് ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല. അതുകൊണ്ട് ഗുരുകുലത്തിൽ താമസിച്ചുകൊണ്ട് ജിതേന്ദ്രനായി താണനിലത്തിരുന്ന് അവൻ്റെ വീട്ടിലെ സൗഭാഗ്യം അവിടെ രാജാവായാലും രാജാവിൻ്റെ മകനായാലും ഇവിടെ വന്ന് ഇങ്ങനെ താമസിച്ചേ പറ്റൂ. കാരണം അതാണ് വേദം നിർദ്ദേശിക്കുന്ന വഴി. ഗുരുവിൻ്റെ ഹൃദയഹിതകാര്യത്തെ നിറവേറ്റിക്കൊണ്ട്, ഗുരുവിനെ പരിചരിച്ചുകൊണ്ട്, അതായത് ഗുരു പഠിപ്പിക്കുന്ന ഗുരുനാഥനാണ് അവൻ്റെ കാണപ്പെട്ട അപ്പോഴത്തെ ദൈവം. കാരണം എന്തുകൊണ്ടാണ്? ദൈവം എന്നത് ജ്ഞാനമാണ്. ആ ജ്ഞാനം കൈമാറുന്ന വ്യക്തിയാണ്. ഗുരുവിൽ അടിയുറച്ച സ്നേഹ ബഹുമാനങ്ങളോടെ വർത്തിക്കണം. ഇത് രണ്ടിലെന്ത് പറയുന്നു? കാലത്തും വൈകുന്നേരവും ഗുരു, അഗ്നി, ആദിത്യൻ, ഇന്ദ്രാദി ദിക്പാലകർ എന്നിവരെ ഏകാന്ത ചിന്തനായും മൗനിയായും ഇരുന്ന് ഗായത്രി മന്ത്രം ജപിച്ചുകൊണ്ട് ഉപാസിക്കണം. ഇവിടെ ഗുരു എന്ന് പറയുന്നത് ജ്ഞാനമാണ്. അഗ്നി എന്ന് പറയുന്നത്, അഗ്നിയിലൂടെയാണ് എല്ലാ കർമ്മത്തിൻ്റെ പിന്നിലുള്ള ശക്തിവിശേഷം അഗ്നിയാണ്. അഗ്നിയില്ലാതെ ഒരു കർമ്മവും നടക്കില്ല. ഊർജത്തിൻ്റെ സഹായത്താലേ സംസാരിക്കാൻ പോലും പറ്റുകയുള്ളൂ. അതുകൊണ്ട് ജ്ഞാനം ഗുരു, അഗ്നിയാണ് ഊർജം, ആദിത്യൻ എന്ന് പറഞ്ഞാൽ ഗ്രഹങ്ങളാണ് നമ്മളെ. മനുഷ്യരെ ഉണ്ടാകുന്നതിന് തന്നെ സൂര്യൻ്റെ ആ ഗ്രഹങ്ങളെല്ലാമാണ്. അതിൻ്റെ ചലനമനുസരിച്ചാണ് ലോകം ചലിക്കുന്നത്. ആ സൂര്യനെയും ഇന്ദ്രാദിദേവകളെയും ഇന്ദ്രദിക്പാലകരെയും, ഇന്ദ്രനാരാണ്? എല്ലാ കർമ്മത്തിൻ്റെയും പിന്നിൽ ഒരു പ്രേരക ശക്തിയുണ്ട്. ആ ഇന്ദ്രനെയെല്ലാം ഏകാന്ത ചിന്തയിൽ ധ്യാനിക്കണം. അതിനെ മനസ്സിലാദ്യം ഉറപ്പിക്കണം. ഇവിടെ എല്ലാ കർമ്മവും ചെയ്യിക്കുന്നത് നമ്മളല്ല. നമ്മൾ സാമ്പാർ ഉണ്ടാക്കുന്നത് നമ്മളല്ല. സാമ്പാറിൻ്റെ സാധനം പാത്രത്തിൽ ഇട്ട് കൊടുക്കുന്നേ ഉള്ളൂ. അതിനൊരു സയൻസ് ഉണ്ട്. അതാണ് ജ്ഞാനം. അത് ഗുരുവിൽ നിന്ന് നേടിയതാണ്. അഗ്നി ഉപയോഗിച്ചിട്ടാണ് അതിന് ദഹിപ്പിക്കുന്നത്. അപ്പോൾ അഗ്നി, ഇന്ദ്രനാണ് അതിനകത്ത് നിന്നിട്ട് നടക്കുന്ന രാസപ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നത്. അപ്പോൾ ഇവരെയെല്ലാം ഈ പ്രപഞ്ച ശക്തികളെ മനസ്സിലാക്കണം. എന്നിട്ട് 3-ൽ പറയുകയാണ്, അപ്പം രാവിലെയും വൈകുന്നേരവും ഇത് ഓർക്കണം. കാരണം അടിസ്ഥാനപരമായ ജ്ഞാനം നേടുക, ഇതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. 3-മത്തത്, വിളിച്ചാൽ ഗുരുവിൻ്റെ അടുത്ത് ചെന്ന് വേദങ്ങൾ അധ്യയനം ചെയ്യുക. വിളിച്ചാൽ ഗുരു വിളിക്കുമ്പോൾ ഇപ്പോഴും വിളിക്കുക തന്നെയാണ്. സ്കൂളിൽ എന്താ ചെയ്യുക? ഒരു മടി അടിക്കുക, അത് വിളി തന്നെയാണ്. എല്ലാവരും ഞാനിവിടെ ഇരിക്കുന്നുണ്ട്. അധ്യയനം ചെയ്യുക. തുടങ്ങുമ്പോഴും അവസാനിക്കുമ്പോഴും ഗുരുവിനെ ശിരസാൽ നമിക്കണം. കാരണം നമ്മുടെ മനസ്സ് ഒരു ഗുരു പഠിപ്പിക്കുമ്പോൾ ആദ്യം പഠിപ്പിക്കുന്നത് മനസ്സിലാക്കുക. ഗുരു പഠിപ്പിച്ചത് 100% ശരിയാണോ എന്നൊന്നുമില്ല. പക്ഷേ നമ്മുടെ ജോലി ആദ്യം പഠിക്കുക.
ഗുരു എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ മനസ്സിലാക്കുക. പിന്നെ അതിനെ അനലൈസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ അതിൽ നിന്നും പുരോഗതി. അപ്പോൾ ആദ്യം പണ്ട് കാലത്ത് സയൻസ് പഠിച്ച മാതിരിയുള്ള അവർക്കൊന്നും അത്ര ജ്ഞാനമൊന്നുമില്ല, പക്ഷെ അത് മനസ്സിലാക്കി. പിന്നെ ശിഷ്യൻ എന്ത് ചെയ്യും? അവൻ്റെ ബുദ്ധി ഉപയോഗിച്ച് അനലൈസ് ചെയ്തിട്ടാണ് അതിനെ ഡെവലപ്പ് ചെയ്ത് വരുന്നത്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഗുരു എന്താണോ പഠിപ്പിക്കുന്നത് അത് ഉൾക്കൊള്ളുക. ഇതൊന്നും എല്ലാ നാട്ടിലേക്കും വേണ്ടിയുള്ളതാണ്, എല്ലാ നമ്മളെ മാത്രമൊന്നുമല്ല. എന്നിട്ടോ 4 മൂഞ്ഞയുടെ പുൽച്ചരട്, മാന്തോൽ, വസ്ത്രമെല്ലാം ലളിതമാണ്. ഇന്നത്തെ കാലം മാന്തോലൊന്നും എടുത്തു കഴിഞ്ഞാൽ ജയിലിൽ കിടക്കേണ്ടി വരും ചിലപ്പോൾ. അതുകൊണ്ട് ഓരോ കാലഘട്ടത്തിൽ പറയുന്നതിനും മീനിങ് മനസ്സിലാക്കിയാൽ മതി. ലളിതമായ വസ്ത്രങ്ങൾ, ജഡമുടി, അതായത് വേഷവിധാനത്തിലൊന്നും പ്രാധാന്യം കൊടുക്കരുത്, വേഷത്തിൽ പ്രാധാന്യം കൊടുക്കരുത്. നമ്മൾ ബ്രഹ്മസാക്ഷാത്കാരം എന്ന് പറഞ്ഞാൽ ജ്ഞാനം നേടുന്ന അവസ്ഥയാണ്. ശാസ്ത്രജ്ഞന്മാരെല്ലാം ജ്ഞാനം നേടുമ്പോൾ അവരെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവർ വേഷവിധാനങ്ങളിലോ ഭക്ഷണത്തിലോ ഒന്നും താല്പര്യം കൊടുക്കില്ല. അവരെ ചിന്തകൾ മുഴുവൻ ജ്ഞാനം നേടാനാണ്. അറ്റ്ലീസ്റ്റ് ആ നിലയിലെങ്കിലും നമ്മൾ ട്രൈ ചെയ്യണമെന്നേ പറയുന്നുള്ളൂ, അല്ലാതെ അവരെ പോലെയൊന്നും നമുക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ അതിനുകൊണ്ടാണ് ഒരു ചിട്ട വെച്ചിരിക്കുന്നത്. വേഷവിധാനങ്ങൾ, ജഡമുടി, ഒരു ദണ്ണ്, ജലപാത്രം, വെള്ളത്തിൻ്റെ പ്രാധാന്യം പറയുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമുള്ള ഇടക്കിടക്ക് വെള്ളം കുടിക്കണം. ഡോക്ടർമാർ പറയുന്നതാണ് എത്രയോ ലിറ്റർ വെള്ളം കുടിക്കണം എന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ആ വെള്ളം കുടിക്കണ്ടിക്ക് ഇടക്കിടക്ക് കുടിച്ച് പറ്റൂ. അതുകൊണ്ടാണ് ജലപാത്രം. ജ്ഞാനോപവീതം എന്ന് പറയുമ്പോൾ ഒരു പൂണൂല് ധരിക്കും, കുടുമ വെക്കും. ഇതെല്ലാം അടിസ്ഥാനം നിങ്ങളുടെ വിദ്യ ഇതിൽ നിന്നാണ് തുടങ്ങേണ്ടത്. പൂണൂല് എന്ന് പറഞ്ഞാൽ നടുവിലുള്ള ഹൃദയം ന്യൂക്ലിയസും ആ പൂണൂല് ഓർബിറ്റുമാണ്. അതിലെ കെട്ടുകൾ ഇലക്ട്രോണുകളുമാണ്. അപ്പം ആറ്റങ്ങളിൽ നിന്ന് തന്നെ വേണം നിങ്ങൾ വിദ്യ അഭ്യസിക്കാൻ. ഇത് ധരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ചിന്തിക്കണം, എന്തിനാണ് ഇത് ധരിക്കുന്നതെന്ന്. ഒരു വിദ്യാർത്ഥി എന്ത് ചെയ്യുമ്പോൾ അതിന് ചിന്തിക്കണം, എന്തായിരിക്കാം ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പൂണൂല് ധരിച്ചിട്ട് വിദ്യ തുടങ്ങുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വിദ്യ എവിടെ നിന്ന് ആരംഭിക്കണം? ആറ്റത്തിൽ നിന്ന് തന്നെ ആരംഭിക്കണം. കുടുമ എന്ന് പറയുമ്പോൾ ന്യൂക്ലിയസും ഓർബിറ്റും ഒരു ഇലക്ട്രോണിനും സമാനമാണത്. അപ്പം അതിലൂടെയെല്ലാം ചില സന്ദേശങ്ങളാണ് കുട്ടികൾ കൊടുക്കുന്നത്. ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കണം. വെറുതെ കുടുമ ധരിച്ചുകൊണ്ട് കാര്യമില്ല. എന്താണ് ഇതിൻ്റെ? നമ്മൾ പഠിക്കുന്ന കാലത്ത് ആറ്റത്തെ പറ്റി പഠിക്കുമ്പോൾ ഓർക്കണം, ഇതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഹൃദയം ന്യൂക്ലിയസും ഇലക്ട്രോണും. കുടുമ എന്ന് പറയുമ്പോൾ ഓർബിറ്റിലുള്ള ഇലക്ട്രോണ്. ഇതാണ് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിക്ക് പിന്നിലുള്ള എല്ലാമായി ആക്ട് ചെയ്യുന്നത്. ഈ ഒരൊറ്റ സയൻസ് തത്വത്തിലൂടെയാണ് ഈ പ്രപഞ്ചം ഉണ്ടായിരിക്കുന്നത്. ഇലക്ട്രോണിലൂടെയും ഓർബിറ്റിലൂടെയും ആറ്റത്തിലൂടെയും എന്നിവ ശാസ്ത്രവിധി പ്രകാരം ധരിക്കണം. ശാസ്ത്രവിധി എന്ന് പറഞ്ഞാൽ ഇത് സയൻസാണ്. സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ ചിന്തിച്ചുകൊണ്ടാണ് ഇതിനെ ധരിക്കേണ്ടത്. ഗർഭ കൊണ്ടുള്ള പവിത്രവും എല്ലാം ആ തരത്തിൽ തന്നെ കാണും. ഇനി 5 രാവിലെയും വൈകുന്നേരവും ഭിക്ഷ തേടി കിട്ടുന്നത് ഗുരുവിന് നൽകണം. രാവിലെയും വൈകുന്നേരവും ഭിക്ഷയെടുത്തിട്ട് ഗുരുവിന് കൊടുക്കണം. ഈ ഭിക്ഷയുടെ ആവശ്യം അവിടെ വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ടൊന്നുമില്ല. ഒന്ന്, ഭിക്ഷയെടുക്കുമ്പോൾ നമ്മൾ മാനസികപരമായിട്ട് താഴ്ന്ന ലെവലിലേക്ക് വരും. രണ്ടാമത്തത്, ജീവിതത്തിൽ ചിലപ്പോൾ ജീവിക്കണ്ടെങ്കിൽ ഭിക്ഷയെടുക്കേണ്ടി വരും. പാണ്ഡവര് ഭിക്ഷയെടുത്തിട്ട് ജീവിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. ധർമ്മത്തിനും നീതിക്കും അനുസരിച്ച് പ്രവർത്തിക്കുന്നവരെ ഇന്നത്തെ സമൂഹത്തിലായാലും പാണ്ഡവരെ പോലെ അജ്ഞാതവാസത്തിൽ എത്തിച്ചേരും. ധർമ്മത്തിന് വേണ്ടി വേദം നിർദ്ദേശിക്കുന്ന എന്താണ്? അധർമ്മങ്ങളെയെല്ലാം ഇല്ലാതാക്കിയിട്ട് ലോകത്തെ മുന്നോട്ടേക്ക് നയിക്കാനാണ്. അങ്ങനെയുള്ള ചിന്താഗതി എടുക്കുന്നവൻ്റെ സ്ഥാനം കാട്ടിലായിരിക്കും. ഭിക്ഷയെടുക്കേണ്ടി വരും. രാമൻ പോലും കാട്ടിലാണ് അവസാനം പോയേണ്ടി വന്നത്. അവിടെയുള്ള
രാജഭരണത്തിൻ്റെ ആ ദുഷ്പ്രവൃത്തി നിമിത്തം. അയ്യപ്പൻ്റെ കാര്യവും പറയേണ്ട ആവശ്യമൊന്നുമില്ല. രാജഭരണത്തിൽ പോലും ഇത് സംഭവിക്കുമെങ്കിൽ ഇന്നത്തെ ഭരണത്തിൽ എന്തുണ്ട്? ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നവന് നാളെ ഭിക്ഷ ചെയ്ത് ജീവിക്കേണ്ട അവസ്ഥ വരും. അപ്പോൾ അവൻ ഈ ജീവിതത്തിൽ ഇത് പഠിക്കണം. പക്ഷേ നമ്മുടെ അച്ഛനമ്മമാരൊക്കെ എടുത്ത് താമസിക്കുന്ന കുട്ടികൾക്ക് പറ്റുന്നത് അവൻ്റെ ചെരുപ്പ് പോലും രക്ഷിതാക്കൾ ഇട്ട് കൊടുക്കും. ആരുമായിട്ട് നീ കൂട്ടുകൂടാൻ പാടില്ലേ, നീ പ്രതിമ കണക്കെ ഓഫീസിൽ പോയിട്ട് തിരിച്ചു വരിക. ഇങ്ങനെ വളർത്തുന്ന കുട്ടികൾ സമൂഹത്തിൽ ഈ ചൂതുകളിയുള്ള ലോകത്തിൽ പ്രത്യേകിച്ച് സ്ഥാപനത്തിലെത്തിക്കഴിഞ്ഞാൽ അവർക്ക് ജീവിക്കാൻ അറിയില്ല. അവരവിടെ കിടന്ന് നട്ടം തിരിയുകയാണ്. വീട്ടുകാരിങ്ങനെ വളർത്തി വിട്ടിട്ട് എങ്ങനെ സമൂഹത്തിലെ ആൾക്കാരുമായിട്ട് കൂടിയിട്ട് എങ്ങനെ മുന്നോട്ടേക്ക് പോകണം എന്നറിയില്ല. കാരണം പഠിച്ച തത്വങ്ങളെല്ലാം അവിടെ ഉള്ളത്. അവിടെ അസുരന്മാരാണ്. സമൂഹത്തിൽ അസുരന്മാരുണ്ട്, ദേവന്മാരുണ്ടെങ്കിൽ അസുരന്മാരുണ്ട്, വില്ലന്മാർ അസുരന്മാർ തന്നെയാണ്. ഇവരുടെ ഇടക്കെല്ലാം ജീവിക്കാൻ ചെറുതിലെ പഠിക്കണം. ചിലപ്പോൾ ഭിക്ഷയെടുത്ത് ജീവിക്കേണ്ടി വരും. എങ്ങനെ വീട്ടിൽ നിന്ന് വാരിക്കൊടുത്ത് ചെരുപ്പുകളെല്ലാം ഇട്ട് വിടുന്ന മക്കൾ എങ്ങനെയാണ് ജീവിക്കാൻ പോകുന്നത് സമൂഹത്തിൽ? അപ്പം ഇതൊന്നും വേദം അംഗീകരിക്കുന്നില്ല. വേദം എല്ലാ കുട്ടികളുമായി ഒത്തുചേർന്ന് ഭിക്ഷ തേണ്ടിയിട്ട് ഗുരുവിന് കൊണ്ട് കൊടുക്കുക. എന്നിട്ടോ ഗുരുവിന് അനുവദിച്ചാൽ മാത്രം ഭക്ഷണം കഴിക്കുക. അത്രയും ചിട്ടയായിട്ട് കുട്ടിയിലും ജീവിച്ച് പഠിക്കണം. ഇനി 6 നല്ല സ്വഭാവം, ഭക്ഷണം കുറച്ചേ കഴിക്കാൻ പാടുള്ളൂ, കർമ്മ കുശലത, ശ്രദ്ധ, ഇന്ദ്രിയജയം, നമ്മുടെ ഇന്ദ്രിയങ്ങളെല്ലാം നിയന്ത്രിക്കണം. ഇവ നേടി സ്ത്രീകളുടെയും ശ്രീജിതന്മാരുടെയും ഇടയിൽ അവ അത്യാവശ്യത്തിന് മാത്രം പെരുമാറുക. സ്ത്രീകളെ പിന്നാലെ നടക്കുന്ന ശ്രീജിതന്മാരുടെ അടുത്ത് അധികം പോകരുത്. പോകണമെന്നുള്ള അത്യാവശ്യമുണ്ടെങ്കിൽ മാത്രം പോവുക. കാരണം സ്ത്രീ എന്ന ചിന്ത വന്നു കഴിഞ്ഞാൽ പഠിപ്പ് പോകും. അത് പാടില്ല. അതുകൊണ്ടാണ് ബ്രഹ്മചര്യം എന്ന അവസ്ഥ. പഠിക്കുന്ന കാലത്ത് ഇത്തരം പ്രാകൃത വേഷങ്ങളായാൽ തന്നെ കുറേ അതെല്ലാം തീരും. അല്ലാതെ ഉടുത്തൊരുങ്ങിയെല്ലാം പോകുമ്പോൾ സ്വാഭാവികമായ മനസ്സും അങ്ങനെയാകും, മറ്റുള്ളവരും എല്ലാം കൂടി അത് പോകും. എൻ്റെ 7 പറയുകയാണ്, ഗൃഹസ്ഥാശ്രമിയല്ലാതെ നൈഷ്ഠിക ബ്രഹ്മചാരി സ്ത്രീ സല്ലാപം ഉപേക്ഷിക്കണം. ഇത് സാധാരണ ആൾക്കാർക്കാണ്. അധികം സ്ത്രീകളെടുത്തൊന്നും പോവാതിരിക്കുക. പക്ഷേ നൈഷ്ഠിക ബ്രഹ്മചാരി അവനിനി വിവാഹവും കഴിക്കുന്നില്ല, മരണം വരെ ബ്രഹ്മചര്യത്തിൽ. അപ്പോൾ ഓരോ അവരവരുടെ സ്വാതന്ത്ര്യത്തിന് സെലക്ട് ചെയ്യാം. അങ്ങനെയുള്ളവരാണെങ്കിൽ അവർ സ്ത്രീകളുടേതായിട്ടുള്ള ഒരു പരിപാടിയും പാടില്ല, സല്ലാപമൊന്നും പാടില്ല. കാരണം വിക്ഷോഭമുണ്ടാക്കുന്ന ഇന്ദ്രിയങ്ങൾ സംയമിയുടെ മനസ്സിനെ ആകർഷിക്കും. അപ്പം ഇന്ദ്രിയങ്ങൾ പലതിനും പ്രേരിപ്പിക്കും, മനസ്സിനെ പലതിനും പ്രേരിപ്പിക്കും. അതുകൊണ്ട് അത് ഉപേക്ഷിക്കുക. ഇനി 8 യുവ ബ്രഹ്മചാരി ഗുരുകുലത്തിലെ സ്ത്രീകളെ കൊണ്ട് തലമുടി കെട്ടിക്കുക. ഗുരുകുലത്തിലെ സ്ത്രീകളുണ്ടെങ്കിലും അവരെ കൊണ്ട് മുടിയൊന്നും കെട്ടിപ്പിക്കാൻ നിൽക്കരുത്. ദേഹത്തെ തിരുമുകയോ കുളിപ്പിക്കുകയോ എണ്ണ തേപ്പിക്കുകയോ മൂലാകൊന്നും ചെയ്യിപ്പിക്കരുത് എന്ന് പറയുന്നത്. സ്ത്രീകളിൽ നിന്ന് മാറി നിൽക്കുക. കാരണം സ്ത്രീ തീക്കനലും 9 പറയാണ്, സ്ത്രീ തീക്കനലും പുരുഷൻ നൈക്കുടവുമാണ്, അതായത് എണ്ണയുമാണ് എന്നർത്ഥം. അത് തീപിടിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് പഠിക്കുന്ന കാലത്ത് ഒഴിവാക്കണം. അല്ലാതെ പെണ്ണിനെ വേണ്ടാന്നൊന്നും പറയുന്നില്ല. പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ബ്രഹ്മചര്യത്തിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ കുടുംബം പറ്റി വിവാഹം നടത്താൻ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ പഠിക്കേണ്ട സമയത്ത് ഇത് ചെയ്തു കഴിഞ്ഞാൽ പഠിപ്പ് നടക്കില്ല. ബ്രഹ്മചര്യം പകുതിക്ക് തീരും. അല്ല, വിദ്യാഭ്യാസം ആ നിലയിലേ പോകുള്ളൂ. ബട്ട് ശരിക്കും ബ്രഹ്മത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവർ സ്ത്രീകളെ ഉപേക്ഷിച്ച് തന്നെ പോയേ പറ്റൂ. സ്ത്രീകളെ ഉപേക്ഷിച്ചാലേ ബ്രഹ്മജ്ഞാനം ലഭിക്കാൻ പറ്റുകയുള്ളൂ. അല്ലാത്തപ്പോൾ അവരുടെ
പുത്രിയെ കൂടി ഏകാന്തതയിൽ അകറ്റി നിർത്തണം. പുത്രിയാണെങ്കിൽ പോലും ബ്രഹ്മചര്യം നൈഷ്ഠിക ബ്രഹ്മചാരിയായിട്ട് പോവുകയാണെങ്കിൽ മകളാണെങ്കിൽ പോലും അകറ്റി നിർത്തണം. അല്ലാത്ത സമയങ്ങളിൽ ഒറ്റക്കായിരിക്കുമ്പോൾ അകറ്റി നിർത്തണം. ഞാൻ ഒറ്റക്കേ ഉള്ളുവെങ്കിലും മകളെ അടുത്തിരുത്താൻ പാടില്ല. അല്ലാത്ത സമയങ്ങളിൽ അവളുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുക മാത്രമേ പാടുള്ളൂ. അവൾക്കെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിറവേറ്റി കൊടുക്കുക. അല്ലാതെ അവളെ മാടിയിലെടുത്ത് മോളെ എഴുതുക എന്നൊന്നും പറഞ്ഞിട്ടുള്ള പരിപാടിയൊന്നും വേണ്ട. ഇനി 10 എന്നിട്ട് 10 പറയാണ്, എത്ര കാലം ജീവൻ ദേഹേന്ദ്രിയായ, ജീവനും ദേഹവും ദേഹേന്ദ്രിയായ ആത്മസാക്ഷാത്കാരം കൊണ്ട് ദേഹേന്ദ്രിയെ, ഈ ശരീരത്തെ, എത്ര കാലം നമ്മുടെ ജീവൻ ഈ ശരീരത്തെ ആത്മസാക്ഷാത്കാരം നേടിയിട്ട് ഈ ശരീരം ദേഹാദികളെല്ലാം വെറും തോന്നൽ മാത്രമാണെന്ന് നിർണയിച്ച് സ്വതന്ത്രമാകുന്നില്ലയോ? അതായത് നമ്മൾ ഏതവസ്ഥയിലെത്തണം? ഈ ശരീരമെല്ലാം വെറും തോന്നലാണ്, ഇതിലൊന്നും വലിയ കാര്യമില്ല, ആത്മാവ് മാത്രമാണ് ഉള്ളത്. ആ ചിന്ത എത്തുന്നത് വരെ അത്രയും കാലം സ്ത്രീ പുരുഷ ഭേദം വിട്ടുപോകില്ല. ആ മനസ്സ് ആ അവസ്ഥയിലെത്തുന്നിടത്തോളം കാലം സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ഈ ഭേദം വിട്ടുപോകില്ല. അതായത് പെണ്ണിനെ കാണുമ്പോൾ സ്ത്രീനെ കാണുമ്പോൾ എന്തോ ആകർഷണം തോന്നും. എത്ര കാലം ഈ ശരീരം വെറും മിഥ്യയാണ്, ഇതൊക്കെ തോന്നൽ മാത്രമാണ് എന്ന് മനസ്സ് ഡെവലപ്പാകുന്നവരെ, തന്മൂലം ആ ഭേദഭാവത്താൽ ജീവന് വൈപരീത്യം സംഭവിക്കും. അതുകൊണ്ട് ആ അവസ്ഥയിലെത്തുന്നതിന് മുമ്പുള്ള സമയത്ത് സ്ത്രീകൾ മുമ്പിൽ ഇരുന്ന് കഴിഞ്ഞാൽ വൈപരീത്യം സംഭവിക്കും. പക്ഷെ നമ്മുടെ ആത്മീയ ഗുരുക്കന്മാർക്കല്ല ഏറ്റവും പ്രധാനം സ്ത്രീകളെ മുമ്പിൽ വരുത്തിയിട്ട് നമ്മുടെ ജീവിതം പണ്ട് നമ്മളെത്ര പാടുകെട്ടിട്ടെല്ലാം നടന്നതായിരുന്നു എന്നെല്ലാം പറയുന്നതിലാണ് നമ്മുടെ പല ആത്മീയ ഗുരുക്കന്മാർക്കും താല്പര്യം. മുമ്പിൽ മുഴുവൻ നിരന്നിരിക്കുന്നത് സ്ത്രീകളായിരിക്കും, ആണുങ്ങളെ ഏതെങ്കിലും വാക്കായിരിക്കും. അപ്പോഴേ അദ്ദേഹത്തിന് ഈ ഒരു പ്രഭാഷണം നടത്താൻ ഒരു ഉന്മേഷം കിട്ടുകയുള്ളൂ. ആത്മീയ പ്രഭാഷണം നടത്തുന്നു. ഇനി അവരെല്ലാം ദേഹം വെറും മിഥ്യയാണെന്ന് ചിന്തിച്ച അവസ്ഥയിൽ എത്തിയോ എന്ന് തന്നെ എനിക്കറിയില്ല. ഇനി അത് ആ അവസ്ഥയിലെത്തിയിട്ടാണ് സ്ത്രീകളെ വിളിച്ചിട്ട് പ്രഭാഷണം നടത്തുന്നത്, കുഴപ്പമൊന്നുമില്ല. ചിലപ്പോൾ ആ നിലയിൽ എത്തിയതായിരിക്കും, അത് അവരവർ തീരുമാനിച്ചു. ഇനി 11 ഇപ്പറഞ്ഞത് മുഴുവനും ഗൃഹസ്ഥനും സന്യാസിക്കും കൂടെ ശാസ്ത്രോക്തമാണ്. ഈ ഇതുവരെ പറഞ്ഞതെല്ലാം ഗൃഹസ്ഥനും ബാധകമാണ്, സന്യാസിയായി പോകുന്നവനും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ബാധകമാണ്. എന്നാൽ ഗൃഹസ്ഥാശ്രമിക്ക് ഗാർഹിക കർത്തവ്യം കൂടി ഉള്ളതിനാണ്. ഇപ്പം വെറും എല്ലാം വിട്ട് സന്യാസിയാകുന്നവർക്ക് ഇത് ബാധകമാണ്. പക്ഷേ ഗൃഹസ്ഥാശ്രമത്തിലേക്ക് കടക്കുന്ന, പഠിച്ചതിൻ്റെ ശേഷം പെണ്ണും കെട്ടിയിട്ട് കുടുംബം പോറ്റാൻ പോകുന്ന വ്യക്തികളാണ് ഭൂരിപക്ഷം. എന്താണ്? അത് തന്നെയാണ്. അവർക്ക് ഗാർഹിക കർത്തവ്യം കൂടി ഉള്ളതിനാൽ, വീടും കൂടി നോക്കി നടക്കേണ്ട ഉത്തരവാദിത്തമാണ് ഉള്ളതിനാൽ ഗുരുവിൻ്റെ ഇത്തരം സേവനം നിർബന്ധപൂർവ്വം അനുസരിക്കേണ്ടതില്ല. ഗുരുവിനോട് ഇങ്ങനെ പെരുമാറണം എന്ന് പറഞ്ഞ ചില കാര്യങ്ങളുണ്ടല്ലോ, അതൊന്നും 100% ഒന്നും അനുസരിക്കേണ്ട കാര്യമില്ല. കാരണം അവര് ഗുരു നിർദ്ദേശിക്കുന്ന ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊന്നും 100% വേണ്ട. അപ്പോൾ അതെല്ലാം ഓരോ ആളും പഠിക്കുന്ന, അവരുടെ എത്ര ജ്ഞാനം നേടാൻ പോകുന്നു. ഇപ്പം സന്യാസി മാത്രമല്ല, ശാസ്ത്രജ്ഞന്മാരെല്ലാം പൊതുവെ അവർക്ക് ഈ പ്രപഞ്ച രഹസ്യം അറിയണമെന്നുള്ള ചിന്തയിലുള്ളവർ പൊതുവെ ഈ ലെവലിൽ തന്നെയാണ് പോവുക. എല്ലാ പഠിപ്പിൽ വലിയ താല്പര്യമൊന്നും ഇല്ലാത്തവന് കുറേയല്ല ഇതൊന്നും അംഗീകരിക്കാനൊന്നും പോകുന്നില്ല. ഇനി 12
ബ്രഹ്മചര്യം സ്വീകരിച്ചവൻ കണ്ണെഴുതുക, തേച്ചു കുളിക്കുക, ദേഹം തിരുമ്മിക്കുളിക്കുക, ഉഴിയുക, സ്ത്രീകളുടെ ചിത്രം വരക്കുക, മാംസം ഭക്ഷിക്കുക, മദ്യം സേവിക്കുക, പൂമാല ചൂടുക, ചന്ദനക്കുറി ഇടുക, ചന്ദനക്കുറി പോലും പറഞ്ഞിരിക്കുകയാണ്, ഭൂഷണങ്ങൾ ധരിക്കുക എന്നിവ വർജിക്കണം. ഇപ്പം പഠിക്കുന്ന കാലത്ത് ഇതൊന്നും പാടില്ല. എന്തുകൊണ്ടാണ് മാംസം പറയുന്നത്? മാംസം കഴിക്കുമ്പോൾ ആൾക്ക് കുറച്ച് എനർജറ്റിക് ആവും. നമ്മളിപ്പോൾ ഒരാൾ വളരെ അധ്വാനിച്ചു കഴിഞ്ഞാൽ പറയുന്ന കാര്യം എന്താണ്? വളരെയധികം അധ്വാനിച്ച് മരയെല്ലാം വെട്ടി തളർന്നു വന്നു കഴിഞ്ഞാൽ പറയുന്നത് എന്താണ്? എനിക്ക് നല്ലോണം ഒന്ന് ഭക്ഷണം കഴിക്കണം. അത് മാംസം തന്നെയാണെങ്കിൽ ഉഷാറായി. അപ്പം അധ്വാനിക്കുന്നവന് മാംസം, അവന് അധ്വാനിക്കുന്നവനാണ് വേണ്ടത്. എന്നാൽ ഒരു കുട്ടി നല്ലവണ്ണം പഠിച്ച് കുറേ സമയം പഠിച്ചു കഴിഞ്ഞിട്ട് വരുമ്പോൾ അവൻ ചോദിക്കുന്നത് എനിക്കെന്തെങ്കിലും ഒരു നല്ല ഡ്രിങ്ക്സ് താന്നതായിരിക്കും, അല്ലെ മാംസമല്ല അവൻ ചോദിക്കുക. അവന് കുടിക്കാൻ എന്തെങ്കിലും ഹോർലിക്സോ നല്ല തരണം. അപ്പോൾ മാംസത്തിന് അധ്വാനമായിട്ട്, അപ്പോൾ ആദ്യം മാംസം കഴിച്ചു കഴിഞ്ഞാൽ അവൻ്റെ പഠിപ്പൊന്നും അത്ര ശരിയാവില്ല. നല്ലവണ്ണം തിന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് പഠിക്കുന്നത്? അപ്പോൾ കട്ടിയാഹാരം കഴിച്ചു കഴിഞ്ഞാൽ പഠിപ്പ് പിന്നോട്ടേക്ക് പോകും. അതുകൊണ്ട് മാത്രമേ ഉള്ളൂ. അല്ലാതെ മാംസത്തെ പറ്റി നമ്മൾ ഇതുവരെ കണ്ടില്ല. കണ്ടത് ഈ പഠിക്കുന്ന കാലത്ത് മാംസം കുറച്ച് കുറക്കുന്നത് നല്ലതാണെന്നാണ് പറഞ്ഞത്. കാരണം പഠിപ്പ് ശരിയാവും. പിന്നെ കല്യാണമെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ ജോലിയെല്ലാം എടുക്കുന്ന കാലത്ത് അധ്വാനിക്കുന്നവനാണെങ്കിൽ മാംസം തന്നെ കഴിച്ചേ പറ്റൂ. അപ്പോൾ ആർത്തത്തിലെടുത്താൽ മതി. അല്ലാതെ ബ്രഹ്മചര്യം എന്ന് പറയുമ്പോൾ മാംസഭക്ഷണം ആർത്തത്തിലല്ല. മാംസത്തിന് പഠിക്കുമ്പോൾ, ബുദ്ധിപരമായിട്ട് കർമ്മം ചെയ്യുമ്പോൾ മാംസഭക്ഷണത്തോടുള്ള താല്പര്യം കുറച്ച് കുറവായിരിക്കും. കുടിക്കുന്നതിലും പഴവർഗ്ഗങ്ങളിലുമായിരിക്കും കുറച്ചും കൂടി നമുക്ക് താല്പര്യം കൂടുതൽ. എന്നാൽ അധ്വാനിക്കുന്നവന് വേണ്ടത് നല്ല കട്ടിയുള്ള ഭക്ഷണം തന്നെയാണ്. അത് ആളെ ആവശ്യം അനുസരിച്ചാണ് വേണ്ടത്. അല്ലാതെ ഇതിലൊന്നും വേറെ ഭക്ഷണക്രമമൊന്നും ഇല്ല. ഇതെല്ലാം നമ്മളുണ്ടാക്കി വെച്ചതാണ്. എവിടെയും ഒന്ന് കാണാം മാംസം പിടിച്ചു കളയാം. മാംസം ഇനി ജീവിതത്തിലേ പാടില്ല, മാംസം വർജ്യമാണ്. ആ അർത്ഥമൊന്നുമല്ല. ഓരോ സ്ഥലത്ത് ഇപ്പം രോഗം വന്നു കഴിഞ്ഞാൽ ചില രോഗത്തിന് പറയും നിങ്ങൾ പാല് കുടിക്കരുത് എന്ന് പറയാം. പറഞ്ഞാൽ ഇനി പാല് കുടിക്കാൻ പാടില്ല, ജീവിതത്തിൽ ഒരിക്കലും പാല് കുടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ചെയ്യുക? ഷുഗർ, പ്രമേഹമുള്ളവരോട് പറയും ഷുഗർ കഴിക്കരുത്. ഷുഗർ അപ്പം ദോഷമാണ്, എനിക്ക് ജീവിതത്തിൽ ഒരിക്കലും ഷുഗർ കഴിക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം മുറി വൈദ്യന്മാരാണ്. ഓരോ സാഹചര്യത്തിനനുസരിച്ചുള്ള പറയുന്നതേ ഉള്ളൂ ഈ മാംസത്തിൻ്റെ കാര്യം, എല്ലാം വേറെ ഒന്നുമില്ല. ഇനി 13 മുതൽ 14 വരെ ഉപനയനത്തിന് അർഹരായ ത്രൈവർണ്ണർ. അപ്പോൾ ഉപനയനത്തിന് വിദ്യ പഠിക്കുവാൻ അർഹരായവർ, ഈ ചെയ്യേണ്ടവർ 3 പേരാണ്: ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ. അവരാണ് അർഹർദാര. കണ്ട് അവർക്ക് പഠിക്കാനുള്ള കഴിവുണ്ട്, ശാരീരികമായി കഴിവുണ്ട്. 4ാമത്തെ വിഭാഗത്തിന് നേരത്തെ ഞാൻ പറഞ്ഞ സേവനമാണ് താല്പര്യം. അവർക്ക് ഈ പഠിക്കുന്ന താല്പര്യമില്ല. അപ്പോൾ അവരെ വെറുതെ ഇതിനെ കുറിച്ച് ബുദ്ധിമുട്ടിക്കുന്നത്, അതുകൊണ്ട് പറഞ്ഞതാണ്. പക്ഷെ വേദം തന്നെ പറഞ്ഞിട്ടുണ്ട് എല്ലാവരും പഠിപ്പിക്കുകയും ചെയ്യട്ടെ എന്ന്. അവർ പഠിക്കുന്നത് എത്ര വരെ പഠിക്കൂ? അവർ പറ്റുന്നവരെ പഠിക്കൂ. പഠിപ്പിക്കുന്ന എത്രയേ പറ്റൂ? അവ പഠിച്ചതേ പഠിപ്പിക്കൂ. അത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അല്ലാതെ ബ്രഹ്മം വരെയുള്ള സയൻസ് പഠിക്കാനൊന്നും എല്ലാവരെ കൊണ്ടും പറ്റൂല. എന്നിട്ടോ ഗുരുകുലത്തിൽ വെച്ച് വേദാംഗങ്ങളോട് കൂടിയ ഉപനിഷത്ത്, വേദാംഗങ്ങളോട് കൂടി വേദം പഠിക്കണം, അതിൻ്റെ അംഗങ്ങളും പഠിക്കണം. ഉപനിഷത്തുകളോട് കൂടിയ വേദരൂപത്തെ പ്രയോജനമുള്ളതുവരെ ശക്തിക്കനുസരിച്ച് പഠിക്കുകയും അവനവൻ്റെ ശക്തിക്കനുസരിച്ച് പഠിക്കണം. വേദത്തിൻ്റെ അംഗങ്ങൾ, ഉപനിഷത്തുക്കളെല്ലാം അവനവൻ്റെ ശക്തിക്കനുസരിച്ച് പഠിക്കുകയും അർത്ഥാവബോധം വരുത്തുകയും ചെയ്ത ശേഷം, അർത്ഥാവബോധം വരുത്തണം, അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി പഠിക്കണം. വെറുതെ ഉരുവിട്ടിട്ട് പഠിച്ചിട്ട് കാര്യമില്ല.
അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് പഠിക്കണം. പഠിപ്പ് എന്ന് പറഞ്ഞാൽ അർത്ഥം മനസ്സിലാക്കുകയാണ്, അതിൻ്റെ തത്വം എന്താണെന്ന് പഠിക്കുകയാണ് പഠിപ്പിൻ്റെ അർത്ഥം. അല്ലാതെ ഉരുവിടലല്ല. ഉരുവിടാൻ വേണ്ടിയിട്ട് മനുഷ്യൻ്റെ ആവശ്യമൊന്നുമില്ല. നല്ല CD ഉണ്ട്, ഭംഗിയിൽ ഒരിക്കൽ യേശുദാസനെ കൊണ്ട് ചൊല്ലിപ്പിച്ചാൽ മതി. ഋഗ്വേദമല്ല യേശുദാസനെ കൊണ്ട് ഋഗ്വേദം യജുർവേദമെല്ലാം ചൊല്ലിച്ചിട്ട് രാവിലെ ഇങ്ങനെ തുറന്നു വെച്ചാൽ മതി. അതേമാതിരി ഉരുട്ടു. അതല്ല വേണ്ടത്. അല്ലേ തത്ത എന്ന കുറേയെല്ലാം പാടും. അർത്ഥാവബോധത്തോടു കൂടി തന്നെ പഠിക്കണം. അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് പഠിക്കണം. പഠിക്കുകയും ചെയ്ത ശേഷം കഴിവുള്ളവനാണെങ്കിൽ ആചാര്യൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, കഴിവുള്ളവൻ അല്ല, ചെയ്ത ശേഷം കഴിവുള്ളവനാണെങ്കിൽ ആചാര്യൻ്റെ ആഗ്രഹത്തിനനുസരിച്ചുള്ള ദക്ഷിണ കൊടുക്കണം. അപ്പോൾ ഇത് പഠിച്ചതിൻ്റെ ശേഷം അവനവന് കഴിവുള്ളത്ര പഠിക്കുക. അല്ലാതെ എല്ലാവരെയും കൂടിയിട്ട് ബ്രഹ്മം മുതൽ ആറ്റം, ഇലക്ട്രോൺ, പ്രോട്ടോൺ ഇതെല്ലാം പഠിപ്പിക്കുക എന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമല്ല. അവരവരുടെ കഴിവിനനുസരിച്ച് പഠിച്ചുകൊള്ളുക. എന്നിട്ട് അവരവരുടെ കഴിവിനനുസരിച്ച് ഗുരുനാഥന് ദക്ഷിണ കൊടുക്കണം. ഗുരുനാഥന് ദക്ഷിണ കൊടുക്കണമെന്ന് നിർബന്ധമില്ല. പക്ഷെ കഴിവിനനുസരിച്ച് കഴിവുള്ളവനാണെങ്കിൽ കൊടുക്കുക, ഇല്ലാത്തവനൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. കഴിവുള്ളവൻ ഗുരുവിന് ദക്ഷിണ കൊടുക്കുക. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ സമ്മതത്തോടുകൂടി ഗൃഹസ്ഥാശ്രമത്തിലേക്കോ വാനപ്രസ്ഥത്തിലേക്കോ പ്രവേശിക്കാം. അപ്പം ഗുരുവിൻ്റെ സമ്മതം, ശരി നിന്നെ പഠിക്കേണ്ടതല്ല, നിന്റെ പഠിപ്പ് പൂർത്തിയായിരിക്കുന്നു, എനിക്കിതാ സർട്ടിഫിക്കറ്റ്, സെൻഡ് ഓഫും തന്ന്, എന്താണ് ഒരു അവസാനം ഒരു ഫെയർവെൽ പാർട്ടി എന്തുണ്ടല്ലോ, എന്താണ് പറയുക, സെൻഡ് ഓഫ്, അതിലെടുത്തിട്ട് വിടും. ഇപ്പോൾ അത് തന്നെയാണ് നടക്കുന്നത്. പിന്നെ എവിടത്തേക്ക് പോകാം? ഗൃഹസ്ഥാശ്രമത്തിൽ പോകേണ്ടെങ്കിൽ, കുടുംബം പോയിട്ട് ഭാര്യയുമായിട്ട് പോകേണ്ടവന് ആ വഴിക്ക് പോകാം. അല്ല അതങ്ങ് സ്കിപ്പ് ചെയ്തിട്ട് വാനപ്രസ്ഥത്തിലേക്ക് പോകണ്ടെങ്കിൽ വാനപ്രസ്ഥത്തിലേക്കും പോകാം, സന്യാസിയായിട്ടും പോകാം. അതെല്ലാം അവരവരുടെ ഇഷ്ടം. ഇന്നത് സ്വീകരിക്കണമെന്നൊന്നും ഒരു വകുപ്പില്ല, 4 സ്വീകരിക്കണമെന്നൊന്നും വകുപ്പില്ല. അതേപോലെ പഠിക്കുന്നതിൻ്റെ എല്ലാം അങ്ങ് പഠിക്കണമെന്നൊന്നും ഒരു വകുപ്പില്ല. അവരവരെ പഠിക്കുന്ന പഠിക്കുക. അവർ വാനപ്രസ്ഥത്തിലും വേണ്ടിക്ക് പോകാം. പോകുന്നുണ്ടെങ്കിൽ ചെറിയ തരത്തിൽ പോകാം. മക്കളെ ഏൽപ്പിച്ചിട്ട് സ്വസ്ഥ ഗൃഹഭരണം എല്ലാം വിട്ടിട്ട് ഗൃഹത്തിൽ ഇങ്ങനെ ഒതുങ്ങിക്കൂടെ അത് ചെയ്യാം. അല്ല അവരവരുടെ ഇഷ്ടമാണ്. ഇനി എന്നിട്ട് എന്താ വേണ്ടത്? അഗ്നിയിലും ആചാര്യനിലും തന്നിലും എല്ലാ ജീവജാലങ്ങളിലും പ്രവേശിച്ചിട്ടില്ലാത്ത ശ്രീഹരിയെ പറഞ്ഞ് പിന്നെ എവിടത്തേക്കാണ് എത്തുന്നത്? അഗ്നിയിലും ആചാര്യനിലും തന്നിലും എല്ലാ ജീവജാലങ്ങളും, ഈ പ്രപഞ്ചത്തിൽ എന്തുണ്ടോ എല്ലാറ്റിലും പ്രവേശിച്ചിട്ടില്ലാത്ത ശ്രീഹരിയെ എല്ലാവരും പ്രവേശിക്കില്ല. ശ്രീഹരി എന്ന് പറഞ്ഞാൽ ബ്രഹ്മം. ഈ പ്രപഞ്ചം മുഴുവൻ നിലനിൽക്കുന്ന ബ്രഹ്മമാണ് ഈ പ്രപഞ്ചമായത്. ബ്രഹ്മത്തിൻ്റെ ഒരു ചെറിയ അംശമാണ് പ്രപഞ്ചമായത്. ബ്രഹ്മം മുഴുവനല്ല, ബ്രഹ്മം എത്രയോ വ്യാപിച്ച് കിടക്കുകയാണ്. അതിനകത്ത് ഒരു ചെറിയ അംശമാണ് പ്രപഞ്ചമായത്. ആ പ്രപഞ്ചത്തില്ല അത് ആ ബ്രഹ്മത്തിന് കയറി നിൽക്കാൻ പറ്റുമോ? കയറി നിൽക്കാൻ പറ്റില്ല. അപ്പം ഈ കാണുന്ന പ്രപഞ്ചം മുഴുവൻ ശ്രീഹരിയിലില്ല. അല്ല, ശ്രീഹരി എല്ലാറ്റിലും ഇല്ല. ഈ പ്രപഞ്ചം അല്ല, ബ്രഹ്മത്തിന് ഈ പ്രപഞ്ചത്തിൽ കയറി നിൽക്കാൻ പറ്റില്ല. കാരണം പ്രപഞ്ചം കുറച്ചുകൾ, ബ്രഹ്മം വലുതാണ്. അതുപോലെ ശ്രീഹരി എന്ന് പറയുന്നത് ഈ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ആ ശക്തി വിശേഷമാണ്. അതിന് ജീവജാലങ്ങളിലൊന്നും, ഈ പ്രപഞ്ചത്തിലൊന്നും പ്രവേശിച്ചിട്ടില്ലാത്ത ശ്രീഹരി ഇതിൽ നിന്നും എത്രയോ വലുതായിട്ട് ചിന്തിക്കണം. സംഗതി മനസ്സിലായില്ല എങ്കിൽ ഈ ഒരു ഗോതമ്പ് ഇതിനകത്തുനിന്ന് ഒരു കുറച്ച് ഗോതമ്പ് എടുത്തിട്ട് ഒരു ഉരുളിയാക്കുന്നു. ഈ ഉരുളയിൽ ഈ ഗോതമ്പ് മുഴുവനുണ്ടോ? അല്ല. ഉണ്ടായിരുന്നോ? അല്ല. ഇതുണ്ടായിരുന്നു. ഇതിൻ്റെ അകത്താണ് ഉണ്ടായിരുന്നത്. അല്ലാതെ ഈ ശ്രീഹരി എന്ന് പറഞ്ഞ വലുതിന് ചെറുതിൽ കയറി നിൽക്കാൻ പറ്റില്ല.
അപ്പൊ അങ്ങനെ ചിന്തിച്ചോളണം. ഈ പ്രപഞ്ചം മുഴുവനായി മാറിയത് ആ ബ്രഹ്മമാണ്, ശ്രീഹരിയാണ്. പക്ഷെ ആ ശ്രീഹരിയിലല്ല ഇതെല്ലാം, അല്ല, ശ്രീഹരിയില് ഇതിൻ്റെ അകത്തെല്ലാം ശ്രീഹരി ഉണ്ട് എന്ന് ധരിച്ചു പോകരുത്. അതായത് എന്നില് ശ്രീഹരി കയറി നിന്ന് എന്ന് ധരിക്കരുത്. കാരണം ശ്രീഹരി എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. അത് എന്നിലില്ല, പട്ടിയിലില്ല, അതിനകത്ത് കയറി നിൽക്കാൻ പറ്റില്ല. അങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് വേറൊരു ആശയക്കുഴപ്പം. ഈ ബിംബത്തിൻ്റെ അകത്ത് എങ്ങനെയാണ് ഇത്രയും വലിയ ശക്തി കയറി നിൽക്കുക? ബിംബത്തിൻ്റെ അകത്ത് ഈ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ഈശ്വരൻ ഈ ബിംബത്തിൻ്റെ അകത്ത് എങ്ങനെയാണ് കയറി നിൽക്കുക? അത് ഇമ്പോസിബിൾ. ബിംബത്തിൻ്റെ അകത്ത് ആ ഈശ്വരൻ കുടികൊള്ളുന്നു എന്ന് സങ്കല്പിക്കുന്ന തെറ്റ്. അപ്പം വേദം പഠിക്കുമ്പോൾ അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഈ ബ്രഹ്മചര്യം കഴിയുമ്പോൾ മനസ്സിലാക്കണം, ശ്രീഹരി എല്ലാറ്റിലും കയറി നിൽക്കുന്നില്ല. നമ്മൾ ശ്രീഹരിയുടെ അകത്തൊരംശമാണ്. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞത്? അഗ്നിയിലും ആചാര്യനിലും തന്നിലും എല്ലാ ജീവജാലങ്ങളിലും പ്രവേശിച്ചിട്ടില്ലാത്ത ശ്രീഹരിയെ, ശ്രീഹരിക്കൊന്നും ഇതിനകത്ത് പ്രവേശിക്കാൻ പറ്റില്ല. അത് എത്രയോ വലിയൊരു സംഭവമാണ്. അതുകൊണ്ട് നമ്മുടെ ബിംബത്തിലെല്ലാം ശ്രീഹരി കയറിയിട്ട് അല്ലെങ്കിൽ ഈശ്വരൻ കയറിയിട്ട് ബിംബത്തിലുണ്ടെന്ന് ചിന്തിക്കുന്നത് മണ്ടത്തരമാണ്. എങ്കിലും താൻ തന്നെ ആശ്രയമായുള്ള ജീവജാലങ്ങളോടുകൂടി പ്രവേശിച്ചവനെന്ന പോലെ കണ്ടുകൊള്ളണം. ഞാനെല്ലാം താൻ തന്നെ ആശ്രയമായുള്ള ജീവജാലങ്ങളോടുകൂടി, ഞാൻ ഈ പ്രപഞ്ചത്തിൻ്റെ ഭാഗമാണ്, ഞാൻ ഈ ആശ്രയിക്കുന്ന ജീവജാലങ്ങളോടുകൂടി പ്രവേശിച്ചവൻ എന്ന പോലെ കാണാണ്. ഞാൻ ബ്രഹ്മം തന്നെയാണ്, ബ്രഹ്മത്തിൽ നിന്ന് വന്നതാണ്, ഞാൻ ബ്രഹ്മത്തിൽ ലയിച്ചവനാണ് എന്ന നിലയിൽ കണ്ടുകൊള്ളണം. അല്ലാതെ ഈശ്വരൻ എന്നിലുണ്ട് എന്ന നിലയിൽ കാണരുത്. ഈശ്വരനെ പൂർണ്ണമായിട്ടും എൻ്റെ ഉള്ളിൽ നിൽക്കാൻ പറ്റില്ല. ഈശ്വരൻ സർവവ്യാപിയാണ്. അതിൻ്റെ ഒരു അംശം നമ്മുടെ ഉള്ളിലുണ്ട്. അല്ലാതെ ആ ഈശ്വരന് മുഴുവൻ എൻ്റെ ഉള്ളിൽ നിൽക്കാൻ പറ്റില്ല. എനിക്ക് വേണമെങ്കിൽ ആ ഈശ്വരൻ്റെ ഭാഗമായിട്ട് തീരാം. ഒരു വെള്ളത്തുള്ളി, കടലിൽ നിന്നെടുത്ത ഒരു വെള്ളത്തുള്ളി വിചാരിക്കരുത് കടൽ മുഴുവൻ എൻ്റെ ഉള്ളിലാണ്. ചിന്തിക്കേണ്ടത് ഈ വെള്ളത്തുള്ളി കടലിൻ്റെ അംശമാണ്. ഇനി 16, ഇങ്ങനെ എല്ലാറ്റിലും ശ്രീഹരിയെ ദർശിക്കുന്ന ബ്രഹ്മചാരിയും വാനപ്രസ്ഥനും സന്യാസിയും ഗൃഹസ്ഥനും സ്വധർമ്മമാചരിച്ചുകൊണ്ട് അറിയേണ്ടുന്നതിനെ അറിഞ്ഞവനായിട്ട് പരബ്രഹ്മഭാവത്തെ അധിഗമിക്കുന്നു. ഇങ്ങനെ എങ്ങും ശ്രീഹരിയെ ദർശിക്കുന്നവർ. അപ്പൊ ഈ പഠിപ്പെല്ലാം കഴിയുമ്പോൾ എങ്ങും ശ്രീഹരിയെ ദർശിക്കണം. സർവചരാചരങ്ങളിൽ അതിൽ നിന്ന് വന്നതാണ്, എല്ലാം അതിൽ പോയി ചേരുന്നതാണ്. പക്ഷെ ഈ എല്ലാം വ്യാപിച്ചു കിടക്കുന്ന ആ ഒരു സിസ്റ്റത്തിൽ തന്നെയാണ് ഞാനുള്ളത്. അപ്പൊ എൻ്റെ ഉള്ളിൽ ഒന്നുണ്ട്, ആ ശ്രീഹരിയുടെ അംശമുണ്ട്. അല്ലാതെ ആ ശ്രീഹരി മുഴുവൻ കയറി എന്നിൽ നിന്ന് കഴിഞ്ഞാൽ വേറെ ആൾ പിന്നെ എങ്ങനെ അത് നിൽക്കുന്നത്? അങ്ങനെയൊന്നുമല്ല. ശ്രീഹരി പൂർണ്ണമായി വ്യാപിച്ചു കിടക്കുകയാണ്. അതിൽ തന്നെയാണ് എന്നിലും ഉള്ളത്, അങ്ങേരും ഉള്ളത്. അങ്ങായി തീർന്നതും അതാണ്, ഞാനായി തീർന്നതും അതാണ്. എല്ലാറ്റിലും ആ ശ്രീഹരിയെ ആ നിലയിൽ നമ്മൾ ദർശിക്കണം. അങ്ങനെ
എല്ലാം എങ്ങും ശ്രീഹരിയെ ദർശിക്കുന്ന ബ്രഹ്മചാരിയും വാനപ്രസ്ഥനും സന്യാസിയും ഗൃഹസ്ഥനും സ്വധർമ്മം ആചരിച്ചുകൊണ്ട് എങ്ങനെ ചിന്തിച്ചുകൊണ്ട് നമ്മുടെ ധർമ്മം ആചരിക്കുക. എന്നിട്ട് അറിഞ്ഞേണ്ടുന്നവനെ അറിയുന്നവനായിട്ട് പരബ്രഹ്മഭാവത്തെ അധിഗമിക്കുന്നു. അങ്ങനെയാണ് ആരെപ്പറ്റിയാണോ അറിയേണ്ടത് ആ പരബ്രഹ്മത്തിലേക്ക് നമ്മുടെ മനസ്സ് ഗമിക്കും. ഈ ഒരു ചിന്തയോടുകൂടി പോകുമ്പോൾ ആ ബ്രഹ്മമാണ് നമ്മളെല്ലാമായി മാറിയത്. അതിനെ നമ്മളെ ഉള്ളിലേക്ക് ആ ഒരു തെറ്റിദ്ധാരണ നമുക്ക് വരും. നമ്മളെ ഉള്ളിൽ ഈശ്വരൻ ഉണ്ട് എന്ന് വെച്ചിട്ട് അപ്പൊ ഈശ്വരൻ വലിയ സാധനം നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ആ അർത്ഥമല്ല. ആ വലിയ ബ്രഹ്മത്തിന്റെ ഒരംശമാണ് നമ്മളെ ഉള്ളിലും. അത് നമ്മളും അത് തന്നെയാണ്, നമ്മളെ ഉള്ളിലുള്ളതും അത് തന്നെയാണ്. അപ്പം നമ്മളതിൻ്റെ ഒരു അംശമാണ്. കാണുന്നതെല്ലാം അതിൻ്റെ അംശമാണ്. അപ്പം നോക്കുന്നതെല്ലാം കൂടിയതാണ് ബ്രഹ്മം. നമ്മൾ എന്തെല്ലാം ഈ ലോകത്ത് കാണുന്നുണ്ടോ അതെല്ലാം ബ്രഹ്മമാണ്. ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനിയായാലും ബ്രാഹ്മണനായാലും ക്ഷത്രിയനായാലും വൈശ്യയായാലും പട്ടിയായാലും പൂച്ചയായാലും കല്ലായാലും മണ്ണായാലും എല്ലാം ഒരേ ഈശ്വരനാണ്, ഒരേ ബ്രഹ്മമാണ്, ശ്രീഹരിയാണ്. ഇങ്ങനെ ചിന്തിക്കുന്നവൻ അവസാന ക്രമത്തിൽ എന്ത് ചെയ്യും? ആ ബ്രഹ്മത്തിലേക്ക് തന്നെ ആ ഒരു നമ്മുടെ മനസ്സ് ഗ്രാജുവലായിട്ട് അതിൽ പോയി ചേരാനുള്ള ഒരു അവസരം ഒരുങ്ങും. എങ്കിലും ചേരുവാണോ എന്ന് തീരുമാനിക്കുക. അതാണ് അടുത്ത ജന്മത്തിൽ ജനിക്കണ്ടെങ്കിൽ കർമ്മങ്ങളുണ്ടെങ്കിൽ അത് പറ്റില്ല. ഇനി പരിയുണ്ട്. ഇനി ഋഷിമാരാൽ പ്രസ്താവിച്ച വാനപ്രസ്ഥത്തിൻ്റെ നിയമങ്ങളെ പറയാം. ഇനി നമ്മൾ ഋഷികൾ പറഞ്ഞു തന്ന് വാനപ്രസ്ഥത്തിൻ്റെ നിയമങ്ങൾ പറയാം. ഈ ലോകത്തിൽ വെച്ച് വാനപ്രസ്ഥക്കാരൻ്റെ ആചാരങ്ങളിലൂടെ അനാസായേന മഹർലോകത്തെ പ്രാപിക്കാം. എന്നിട്ട് പറയുകയാണ്, കൃഷി പരട്ടല് കൃഷി ചെയ്തുണ്ടാക്കിയതോ. ഇപ്പം വാനപ്രസ്ഥത്തിലേക്ക് പോകുമ്പോൾ കൃഷി ചെയ്തുണ്ടാക്കിയത് നമ്മൾ നട്ട് നനച്ചുണ്ടാക്കിയതോ നട്ട് നനക്കാതെ തന്നാലെ മുളച്ചോ. ഞാൻ നട്ടൊന്നും നനച്ചില്ല. ഈ തെങ്ങ് തന്നാലെ ഉണ്ടായ മാങ്ങയാണ്, അത് ഞാൻ എടുത്ത് കഴിച്ചോട്ടെ എന്ന നിലയിൽ പോകരുത്. നട്ട് വകുപ്പൊന്നും പറ്റിയായിരുന്നില്ല. നമ്മൾ കൃഷി ചെയ്യാനും പാടില്ല. കൃഷി ചെയ്യാതെ ഉണ്ടായതോ മൂപ്പത്താതെ കൊയ്യു വീണതോ ആയ ധാന്യം ഭക്ഷിക്കരുത്. മൂക്കാതെ ചിലപ്പോൾ കൊയ്ഞ്ഞു വീണ ഭക്ഷണമൊന്നും ഭക്ഷിക്കരുത്. അതായത് കൃഷി ചെയ്തിട്ടും പാകത്തില്ല, പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നതും പറിച്ചു തിന്നാൻ പാടില്ല. അഗ്നിയിൽ പാകം ചെയ്തതോ പച്ചയോ തിന്നാനും പാടില്ല. നല്ലവണ്ണം പാകം ചെയ്ത് കഴിക്കാന്ന് വെച്ചാൽ അതും പറ്റില്ല. എന്നാൽ പച്ച തിന്നട്ടെ എന്ന് ചോദിച്ചാൽ അതും തിന്നാൻ പറ്റില്ല. പിന്നെ എന്താണ് വേണ്ടത്? ആയ ഫലമൂലാദികളൊന്നും ഭക്ഷിക്കരുത്. സൂര്യോഷ്ണത്താൽ പാകം വന്നത് ഭക്ഷിക്കാം. അതായത് വല്ല പറമ്പത്തും വീണ് ഒരു 2-3 ദിവസം വെയിൽ കൊണ്ടിട്ട് ഒരുമാതിരി ചുക്കിച്ചുളിഞ്ഞ സാധനം വേണമെങ്കിൽ ഫലങ്ങളെടുത്ത് ഭക്ഷിക്കാം. അല്ലാതെ നല്ല ടേസ്റ്റുള്ള പച്ച തന്നെ ഫ്രഷ് ആണെന്ന് പറഞ്ഞിട്ട് മാങ്ങയൊന്നും തിന്നാൻ പോകരുത്. എന്നാൽ ചൂടാക്കി കഴിച്ചാളെന്ന് വെച്ചാൽ അതും നടക്കില്ല. സൂര്യൻ്റെ വെയിലത്ത് 2-3 അവിടെ വെയിലെല്ലാം കൊണ്ട് കിടക്കുന്നത് എടുത്ത് തന്നാൽ മതി വാനപ്രസ്ഥക്കാരൻ. 19 അനുഷ്ഠാനങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഹവിസ്, പുരോടാസം എന്നീ ഹോമസാധനങ്ങൾ കാറ്റിലുണ്ടാവുന്നതിനാൽ തീർത്തുകൊള്ളണം. പുതിയത് കിട്ടുമ്പോൾ പഴയത് കളയണം. അപ്പം ഇതേമാതിരിയുള്ള സാധനങ്ങൾ കാട്ടിലെല്ലാണല്ലോ, വാനപ്രസ്ഥം കാട്ടിലാണല്ലോ. അപ്പോൾ വെയിലെല്ലാം കൊണ്ട ചില സാധനങ്ങളെല്ലാം കിട്ടുകയാണെങ്കിൽ അതെടുത്ത് കഴിക്കാം. വേണമെങ്കിൽ അത് ഒരു അടുത്ത ദിവസത്തേക്കും വെക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അടുത്ത ദിവസം വേറൊന്നും കിട്ടുകയാണെങ്കിൽ ഇതെടുത്ത് കളയണം. അധികം സൂക്ഷിക്കുന്ന പരിപാടിയൊന്നും വേണ്ട. ആകാശത്തിലെ പറവകൾ വിതക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ സൂക്ഷിക്കുന്നില്ല. അതുകൊണ്ട് അപ്പരിപാടിയൊന്നും വേണ്ട. അത് വേറൊന്ന് കിട്ടുമ്പം ഇതിനെ കളയണം. അത് ഫ്രഷല്ല, ഇങ്ങനെ വെയിലത്ത് ഉണങ്ങിയെല്ലാം കിട്ടുമല്ല.
പിന്നെ 20 ഔപാസനാഗ്നിയെ കെടാതെ സൂക്ഷിക്കാനായി മാത്രം ഗൃഹത്തിലോ കുടീരത്തിലോ വല്ല പർവ്വതത്തിന്റെ ഗുഹയിലോ പ്രവേശിക്കാം. ഇപ്പൊ നമുക്ക് ഒരു തീയുടെ ആവശ്യമെല്ലാം ചിലപ്പോഴെല്ലാം വരും, വെളിച്ചം കിട്ടാൻ വേണ്ടിയിട്ട് എന്തിനെങ്കിലും ഒരു അഗ്നിയെ. പണ്ട് കാലത്ത് ഈ തീപ്പെട്ടിയെല്ലാം എടുത്ത് നടക്കേണ്ടി വരും. അല്ല, പണ്ട് കാലത്ത് ഇപ്പം തീപ്പെട്ടിയെല്ലാം ഉണ്ട്, ലൈറ്ററെല്ലാം ഉണ്ട് കത്തിക്കാൻ. പക്ഷെ പണ്ടതൊന്നും ഇല്ലല്ലോ. അപ്പം തീ കെട്ടുപോയാൽ പിന്നെ തീ ഉണ്ടാക്കേണ്ടിക്ക് ഭയങ്കര പാടാണ്. അങ്ങനെ പോലെ തീയെല്ലാം വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ മഴ വരുമ്പോൾ അത് കെട്ടുപോകും, കാറ്റുള്ളപ്പം കെട്ടുപോകും. അങ്ങനെയുള്ള സമയത്ത് വേണമെങ്കിൽ കെട്ടിടത്തിലോ കുടീരത്തിലോ ഗൃഹത്തിലോ വല്ല ഗുഹയിലോ കയറാം. ആ വിളക്ക് കെട്ടുപോകാതിരിക്കാൻ അവിടെ കൊണ്ടുവെക്കാം. ബാക്കിയുള്ള അല്ലാത്തപ്പോൾ മഞ്ഞും കാറ്റും കാട്ടുതീയും പേമാരിയും വെയിലും സഹിച്ച് തനിയെത്താൻ ഇരുന്നു കൊള്ളണം, തനിച്ചിരിക്കണം. ആരെ കൂട്ടുമൊന്നുമില്ല. നല്ല വെയിലാണെങ്കിൽ മഴയാണെങ്കിൽ മഴയെല്ലാം അവിടെ നിന്ന് വീട്ട്, വെയിലാണെങ്കിൽ വെയിൽ വരട്ടെ, ഒരു കുഴപ്പമില്ല. പക്ഷേ ഈ അഗ്നി കെടാതിരിക്കാൻ വേണ്ടിയിട്ട് വീട്ടിൻ്റെ ഈ വല്ല ഗുഹയിലാറ്റം പ്രവേശിക്കാം. കുടിയിൽ വീട് എവിടെ കിടക്കുന്നത്? കാട്ടിൽ. അല്ല, ഉണ്ടെങ്കിൽ പൊളിഞ്ഞ വല്ല വീടും ഉണ്ടെങ്കിൽ. ഇനി 23 തലമുടി, ശരീരരോമം, നഖം, താടിമീശ, മലിനത, ജലപാത്രം, മാന്തോല്, യോഗദണ്ഡ്, മരവുരി, അഗ്നിഹോത്ര സാധനങ്ങൾ എന്നിവ ധരിച്ച് ജടാധാരിയായി വർത്തിക്കണം. എന്നിട്ട് ഇതെല്ലാമായിട്ട് ഇങ്ങനെ മുടിയെല്ലാം ഇങ്ങനെ വളരുമല്ലോ, ഒരു ജടാധാരിയായിട്ട് അങ്ങനെ വർത്തിക്കുക. മനനശീലനായ വാനപ്രസ്ഥൻ ഇത്തരത്തിൽ ക്ലേശം നിമിത്തം ബുദ്ധിശക്തി തകർന്ന്, അപ്പം ഇങ്ങനെ ജീവിക്കുമ്പോൾ ക്ലേശങ്ങളെല്ലാം ഉണ്ടാവും. നിമിത്തം ബുദ്ധിശക്തി തകർന്നു പോകാതെ, പക്ഷേ എന്ത് പറയില്ല, ബുദ്ധിശക്തി തകർക്കാൻ സമ്മതിക്കരുത്. ക്ലേശമെല്ലാം ഉണ്ടാകുമ്പോൾ സഹിക്കുക, സഹനശക്തി വേണം. അയ്യോ മനസ്സ് തകർന്നു, അയ്യോ ഒരു ദിവസം ശരി വാനപ്രസ്ഥത്തിൽ ഇറങ്ങി തിരിഞ്ഞ് ധൈര്യത്തിൽ പോയി കാട്ടിൽ പോയി 2 ദിവസം കഴിയുമ്പോഴേക്ക് മനഃശക്തിയെല്ലാം തകർന്നു, അതൊന്നും പാടില്ല. അതിനെ പിടിച്ചു നിന്നുകൊണ്ട് 1, 2, 4, 8, 12 വർഷത്തോളം നിഷ്ഠകൾ ആചരിക്കണം. ഇങ്ങനെ ഒരു 12 വർഷം, ഒരു 30, 60 വയസ്സിൽ പോവുകയാണെങ്കിൽ 60, 10, 72 വയസ്സാകെ ഏകദേശമായി. ഒരു 10 പോകുന്ന പ്രായം അനുസരിച്ച് ഒരു 72 വയസ്സെല്ലാകുമ്പോഴേക്ക് 70 വയസ്സെല്ലാകുമ്പോഴേക്ക് നിഷ്ഠകൾ ആചരിക്കണം. മനസ്സൊന്നും തകർന്നു പോകരുത്. എപ്പോൾ രോഗങ്ങൾ വാർദ്ധക്യം 23 എപ്പോൾ രോഗങ്ങൾ വാർദ്ധക്യം മൂലാവിയാൽ സ്വധർമാചരണത്തിലെ ആധ്യാത്മജ്ഞാനപരമായ അഭ്യാസത്താലോ അസമർത്ഥനായേക്കുന്നുവോ ആ അവസരത്തിൽ നിരാഹാരവ്രതം മുതലായവ ആചരിക്കുക. എപ്പോൾ രോഗം മൂലമോ അല്ലെങ്കിൽ വേറെ വല്ല ശരീരത്തിൻ്റെ ക്ഷയിച്ചത് കൊണ്ടോ മറ്റോ പിന്നെ ഈ അധ്യയനമൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരികയാണെങ്കിൽ അന്നേരം മുതൽ നിരാഹാര ഭക്ഷണം പിന്നെ ഉപേക്ഷിക്കുക. അപ്പം അതുവരെ പിടിച്ചു നിൽക്കുക. എത്ര വർഷം? 1, 2, 3, 4 എത്ര കാലം പിടിച്ചു നിൽക്കാം, അത് അവൻ്റെ ശരീരം വരെ ആശ്രയിച്ചിരിക്കും. ചിലവരെല്ലാം, നമ്മളെല്ലാണെങ്കിൽ 1 വർഷം കഴിയുമ്പോൾ ഒരു കഴിക്കാം, അതിൻ്റെ അപ്പുറമൊന്നും വരില്ല. ഇന്ന രോഗവും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും. ചിലവരെല്ലാം പിടിച്ചു നിൽക്കും. അങ്ങനെ 1, 2, 4, 8, 12 വർഷം വരെ ഇത് സ്വീകരിക്കുക. എപ്പോഴും രോഗങ്ങളോ എന്തെങ്കിലും വരുന്നു, അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, അധ്യയനം ഒന്നും പറ്റാത്ത അവസ്ഥ വരുമ്പോൾ പിന്നെ നിരാഹാരം, ഏകദേശം പോകാനുള്ള സമയമായി, പിന്നെ നിരാഹാരമായിട്ട് കഴിക്കുക. നിരാഹാര വ്രതം മൂലാവ ആചരിക്കുക. പിന്നെ വെറുതെ മേക്കടണ്ട, നിരാഹാരം മാത്രമായിട്ട് കഴിച്ചാൽ മതി. ഇനി 24 ആത്മാവിലെ അഗ്നിയെ ഊർജത്തെയെല്ലാം പിന്നെ ആത്മാവിലേക്ക് നമ്മൾ കേന്ദ്രീകരിക്കണം. ഈ ഊർജത്തൊന്നും പുറത്ത് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. കയ്യൊന്നും ഇങ്ങനെ അനക്കാനാണല്ലോ ഊർജമുണ്ട്. അതെല്ലാം ആത്മാവിലേക്ക് കേന്ദ്രീകരിപ്പിച്ച് ഞാനെന്നും എൻ്റേതും എന്നുമുള്ള സങ്കല്പത്തെ വിട്ട് കളയുക. അപ്പോഴേ എന്ത് പറ്റുള്ളൂ, പിന്നെ ഞാനില്ല എൻ്റേതെന്നല്ല. കാരണം ഒരുമാതിരി കിടപ്പിലായി, പിന്നെ എന്ത് ഞാൻ എനിക്ക് കുടുംബമെല്ലാം വിട്ടിട്ട് ഇങ്ങോട്ട് വന്നിരിക്കുകയല്ലേ. ഇത്രയും വർഷം കഴിയുമ്പോൾ തന്നെ പിന്നെ ഞാനും ഇല്ല
എൻ്റേതെന്ന ചിന്ത ഉണ്ടാവില്ല, ഓട്ടോമാറ്റിക്കായിട്ട് ആയാലും പിന്നെ എന്താ എൻ്റേത് ഒന്നുമില്ല. അപ്പോഴേ ഞാനെന്നും എൻ്റേതെന്നുള്ള ചിന്ത അങ്ങ് വിട്ടുമാറുകയുള്ളൂ. സങ്കല്പത്തെ വിട്ടുകളയുക. എന്നിട്ട് ഭൗതിക ശരീരത്തെ യഥാക്രമം അതിൻ്റേതായ കാരണങ്ങളിൽ ലഭിക്കുക. ഇതിൻ്റെ ഈ ഭൗതിക ശരീരത്തിൻ്റെ ഓരോ ഭാഗത്തെയും ഏതിൽ നിന്നാണോ വന്നത് അതിൽ കൊണ്ടുപോയി അങ്ങ് ലയിപ്പിക്കുക. എങ്ങനെയെന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ട് അതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങ് ലയിച്ചു. 25 ബുദ്ധിയുക്തമായവൻ, ബുദ്ധിയാൽ ചിന്തിക്കാൻ കഴിയുന്നവന് ഏതിലാണ് ലയിപ്പിക്കേണ്ടതെന്നറിയാം. ഏതിൽ? ശരീര സുഷിരത്തെ ആകാശത്തിൽ ലയിപ്പിക്കും. ശരീരത്തിലുള്ള സുഷിരങ്ങൾ ആകാശത്തിൽ ലയിക്കും എന്ന് പറഞ്ഞാൽ സുഷിരത്തിലുള്ള വെള്ളം എന്തെല്ലാം ഉണ്ടെങ്കിൽ അതൊക്കെ ആകാശത്തിലേക്ക് ബാഷ്പീകരിച്ച് പോയിക്കും. പ്രാണാദി വായുക്കളെ വായു, ഈ പ്രാണൻ കൊടുക്കുന്ന വായു എല്ലാം ഉണ്ടല്ലോ ശ്വസിക്കുന്നത്, അതെല്ലാം ക്രമത്തിലങ്ങ് വായുവിൽ പോകും. പിന്നെ ഇതിനകത്ത് കയറി വരേണ്ട ആവശ്യമില്ല. പ്രാണെല്ലാം വായു എല്ലാം അങ്ങ് പോയിക്കൊള്ളുന്നു. ക്രമത്തിൽ വായു എല്ലേക്ക് പുറത്തുള്ള വായു ഇങ്ങനെ മൂക്കിലോട്ട് കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുക. കുറച്ചു കാലം കഴിയുമ്പോൾ ഈ വായു ഒന്ന് വായുവിൽ പോയി ലയിച്ചോളും. ശരീരോഷ്മാവ് അന്തരീക്ഷത്തിലേക്ക് ലയിച്ചോളും, അഗ്നിയിൽ ലയിച്ചോളും. ഈ ശരീരത്തിൻ്റെ ചൂട് അഗ്നി നഷ്ടപ്പെടില്ലല്ലോ. അഗ്നിയെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ പറ്റില്ല എന്ന് പറഞ്ഞ മാതിരി ഊർജത്തെയാണ് അഗ്നിയെയും നശിപ്പിക്കാനും പറ്റില്ല. അത് വേറെ രൂപത്തിൽ എവിടെയെങ്കിലും പോയിക്കോളും. നമ്മളെ ശരീരത്തിൻ്റെ ചൂട് ക്രമത്തിൽ അന്ന് പോയിക്കോളും, അഗ്നിയിൽ പോയിക്കോളും. രക്തകവചലം മൂലവ ജലത്തിലും ലയിക്കും. നമ്മളെ ശരീരത്തിലുള്ള രക്തമെല്ലാം ഉണ്ടാകും, അങ്ങ് വെള്ളമായിട്ട് പോയിക്കോളും. അവശേഷിച്ച അസ്ഥി മൂലാവ, പിന്നെ നമ്മളെ ശരീരത്തിൽ അസ്ഥിയെല്ലാം ക്രമത്തിൽ എവിടുത്തെ പോയി ലയിച്ചോളും? പൃഥ്വിയിലേക്ക് ലയിച്ചോളും. അപ്പം നമുക്ക് ചിന്തിക്കാൻ കഴിവുണ്ടെങ്കിൽ നമ്മൾ അസ്ഥിയെല്ലാം പൃഥ്വിയാണെന്നങ്ങ് ചിന്തിക്കും. ഇതെല്ലാം പൃഥ്വിയാണ്. ജലം എന്ന് പറയുന്നത് ഈ രക്തമൂത്രമെല്ലാം ജലമാണ്, പഞ്ചഭൂതങ്ങളിൽ നിന്ന് വന്നതാണ്. അത് പഞ്ചഭൂതങ്ങളിലേക്ക് പോകുന്നു എന്ന നിലയിൽ വേണമെങ്കിൽ സങ്കല്പം എടുക്കാൻ പറ്റുമെങ്കിൽ എടുത്തോളൂ, അല്ലെങ്കിൽ അത് അവിടത്തേക്ക് തന്നെയാണ് പോകുന്നത്. പിന്നെ വാക്കിനെ അഗ്നിയിൽ, വാക്ക് എന്ന് പറഞ്ഞാൽ ഊർജമാണ്, ശബ്ദോർജം. അതിനെ അഗ്നിയിലേക്ക് പോകും. വായു ഊട്ടിയിരിക്കുക, പിന്നെ വായനൻ്റെ ആവശ്യമില്ല, സംസാരിക്കുന്നില്ല, നമ്മളൊന്നും കിട്ടുന്നില്ല. ആ വാക്കെല്ലാം ഇവിടെ പോയി? അഗ്നി, ഊർജത്തിൻ്റെ വഴിക്ക് പോയി. കൈയുടെ എല്ലാം അവയവങ്ങൾ എവിടത്തേക്ക് പോയി? ഇന്ദ്രനാണല്ലോ കൈനെല്ലാം ആക്ടിവേറ്റ് ചെയ്യുന്നത്. എന്ത് കർമ്മത്തിൻ്റെ ഇടയിൽ ഇന്ദ്രനുണ്ട്. ഇത് ചലിക്കാതിരിക്കുക, ഇന്ദ്രനും വിട്ടുപോയി, കൈയെല്ലാം പോയി. കൈയും കാലും ഒന്നും അരങ്ങില്ല. കാല് വിഷ്ണുവിലും പോയി, കാരണം കാലചക്രമാണ്, വിഷ്ണുവാണ് മുന്നോട്ടേക്ക് നയിക്കുന്നത്. അപ്പം കാലത്തിൽ നമ്മളെ കാലും ചലിക്കാതെ നിശ്ചലമായി, അത് വിഷ്ണു സ്ഥലം വിട്ടു. രതിസുഖം നൽകുന്ന ഉപസ്ഥേന്ദ്രിയത്തോടൊപ്പം പ്രജാപതി, അത് പ്രജാപതി കൊണ്ടുപോയി. ബുധമെല്ലാം മൃത്യു കൊണ്ടുപോയി. പിന്നെ 27-28 ചെവിയും ശബ്ദവുമെല്ലാം ദിഗ്ദേവത, ദിക്കുന്നാണല്ലോ ശബ്ദം വരിക, അതെല്ലാം തിരിച്ച് ദിക്കിലേക്ക് പോയി. പിന്നെ ശബ്ദമൊന്നും ഇനി ഇങ്ങോട്ടേക്ക് വരില്ല. അതായത് നമുക്ക് പിന്നെ കേൾവിയില്ലാതെയായി. ആ അവസ്ഥയിലെത്തുമ്പോൾ കാണുകയില്ല, കേൾക്കുകയില്ല, സ്പർശവുമില്ല. സ്പർശവും ചർമ്മമെല്ലാം വായുവിലേക്ക് പോയി. കണ്ണും കാഴ്ചയുമെല്ലാം സൂര്യനിലേക്ക്, സൂര്യനാണ് നമുക്ക് കാഴ്ച തരുന്നത്, അതെല്ലാം തിരിച്ചങ്ങോട്ടേക്ക് പോയി. രസനേന്ദ്രിയം വായുവെല്ലാം വരുന്നതിനോടുകൂടി ജലത്തിൽ പോയി. പിന്നെ മണവും മൂക്കും എല്ലാം പൃഥ്വിയിൽ ലയിച്ചു. 29 മനസ്സും മനോരഥവും ചന്ദ്രൻ, മനസ്സെല്ലാം വന്നത് ചന്ദ്രനിലാണ്, അത് തിരിച്ച് ചന്ദ്രനിലേക്ക് പോയി. ബുദ്ധിയെല്ലാം ബ്രഹ്മാവിലേക്ക് പോയി. കർമ്മവും അഹങ്കാരം, ഞാനെന്ന അഹങ്കാരമെല്ലാം രുദ്രനിലേക്ക് പോയി. ചിത്തവും ചേതനവും എല്ലാം ജീവാത്മാവിലേക്ക് പോയി. വികാരങ്ങളും ജീവനുമെല്ലാം ജീവാത്മാവും വികാരങ്ങളെല്ലാം ജീവാത്മാവിൽ നിന്നാണ്, ജീവാത്മാവോടുകൂടി പരമാത്മാവിൽ പോയി ലയിച്ചു. ഇങ്ങനെ ഈ അവസ്ഥയിലെത്തുമ്പോൾ നമ്മൾ ഓരോ കാഴ്ചകളും കാണാനുള്ള കഴിവുകളും നമ്മളെ ഇന്ദ്രിയങ്ങളും എല്ലാം നിശ്ചലമാകും. അതാത് ഏതിൽ നിന്നാണോ വന്നത് അവിടെ പോയി ലയിക്കും. ശരീരത്തിലെ വെള്ളാലും അവിടെ പോകും, വേർപ്പായിട്ട് അന്തരീക്ഷത്തിൽ പോയി, അല്ലെങ്കിൽ ഭൂമിയിൽ പോകും. കട്ടിയുണ്ടെങ്കിൽ ഭൂമിയിൽ വരും, അല്ല അന്തരീക്ഷം. ശ്വാസമല്ല ശ്വാസത്തിൻ്റെ വഴിക്കും. ശബ്ദമൊന്നും ഇങ്ങോട്ട് കയറില്ല, എല്ലാം പുറത്തേക്ക് പോകും. വായൊന്നും ചലിക്കാതെയാവും.
അതായത് ആ അവസ്ഥയിലെത്തുമ്പോൾ രോഗമെല്ലാം വന്നിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണല്ലോ അത്. എന്ത് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്? നീരാഹാരം, നീര് മാത്രം ആഹാരമാക്കിയിട്ട് കഴിച്ചാൽ മതി. അപ്പോൾ ഓരോ അവയവങ്ങളും ഇങ്ങനെ നമ്മളെ വിട്ട് വിട്ട് പോകും. എവിടെ നിന്നാണോ വന്നത് അവിടത്തേക്ക് പോകും. ശരീരം മുഴുവൻ ഇല്ലാതാകും. എന്നിട്ടോ പൃഥ്വി ജലത്തിൽ ജയിക്കും, ജലം അഗ്നിയിൽ, അഗ്നി വായുവിൽ, വായു ആകാശത്തിൽ, ആകാശം അഹങ്കാരത്തിൽ, അഹങ്കാരത്തിൽ മഹത്വത്വത്തിൽ, മഹത്വത്വം മൂലപ്രകൃതിയിൽ, മൂലപ്രകൃതി പരമാത്മാവ് പോയി. അങ്ങനെ ഇപ്രകാരം എല്ലാറ്റിനെയും വിലയിപ്പിച്ച ശേഷം ശേഷിച്ചത് ചിതാകാരനായി സ്ഥിതി ചെയ്യുന്നതുമായ ആത്മാവ്, അതായത് ക്ഷേത്രജ്ഞൻ, നമ്മളിലുള്ള ക്ഷേത്രജ്ഞൻ അപ്പോൾ എന്ത് ചെയ്യും? ആ പരമാത്മാവിൻ്റെ എന്ന നിലക്ക് ഭാവന ചെയ്ത് വാനപ്രസ്ഥൻ ഇന്ധനം കത്തിക്കഴിഞ്ഞ അഗ്നി പോലെ. അപ്പോൾ അവൻ ഭാവനയിൽ എന്ത് കണ്ടുകൊണ്ടിരിക്കണം? ഇതെല്ലാം ഓരോന്നായിട്ട് അവയവങ്ങൾ പ്രവർത്തനം ഇല്ലാതായി നശിക്കുമ്പോൾ പിന്നെ അവശേഷിക്കുന്നത് എന്താണ്? ആത്മാവ് എന്ന സംഗതിയാണ്. അതിനാണ് ക്ഷേത്രജ്ഞൻ എന്ന് പറയുന്നത്. ആ ക്ഷേത്രജ്ഞനെ പരമാത്മാവിൽ ലയിക്കുന്നതായി സങ്കല്പിച്ചുകൊണ്ട്, ഏതുപോലെ കത്തുന്ന അഗ്നി ഇന്ധനം കഴിഞ്ഞ അഗ്നിയെ പോലെ, ഇന്ധനം കഴിയുമ്പോൾ അഗ്നിയും കെടും. അതേപോലെ ശാന്തനായി വിരമിക്കണം. ശാന്തനായി വിരമിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മത്തിൽ ചിന്തിച്ചുകൊണ്ട് തന്നെ അങ്ങനെ വിരമിച്ചോളണം. അവൻ്റെ കാറ്റ് അവിടെ കഴിയും. അവൻ്റെ ശരീരമെല്ലാം നിശ്ചലമായി. പക്ഷേ ഈ ആത്മാവ് പരമാത്മാവിൽ ലയിച്ചോ എന്നുള്ളത് അങ്ങനെ വിരമിക്കാനേ പറഞ്ഞിട്ടുള്ളൂ. കാരണം അടുത്ത ജന്മത്തിലും ഇവന് വല്ല ജോലി ബാക്കിയുണ്ടെങ്കിൽ പരമാത്മാവിൽ ലയിക്കില്ല, പിന്നെ ജനിച്ചേ പറ്റൂ. അവൻ്റെ കർമ്മമെല്ലാം തീർന്നതാണെങ്കിൽ പിന്നെ അവന് ജനന മരണങ്ങളില്ല, അവന് മുക്തി നേടിക്കഴിഞ്ഞു. ഇങ്ങനെയാണ് നമ്മൾ വാനപ്രസ്ഥം. അതുകൊണ്ട് ഈ പറഞ്ഞുകൊണ്ട് എല്ലാവരും ഇങ്ങനെ പോകണമെന്നൊന്നും അർത്ഥമൊന്നുമില്ല. അവരവരെ കഴിവിനനുസരിച്ച്, അർഹതക്കനുസരിച്ച്, ആ ശക്തി തീരുമാനിക്കുന്നതനുസരിച്ച് ഓരോ ആളും ഓരോ വഴിക്ക് പോകും. അത്രയും പറയാൻ പറ്റും.